ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നമ്മൾ സ്വർഗത്തിൻ്റെ കവാടത്തിലൂടെ പ്രവേശിക്കാൻ ലക്ഷ്യം വെച്ച് ജീവിക്കുന്നവരാണ്. മഹത്വത്തിൻ്റെ ആ കവാടത്തിലൂടെ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന നമുക്ക് പരിശുദ്ധാത്മാവ് തിരുവചനങ്ങളിലൂടെ വെളിപ്പെടുത്തി തരുന്ന സത്യങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ആ വഴിയിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കാൻ നമ്മൾ ആത്മാർത്ഥമായ പരിശ്രമം ചെയ്യേണ്ടതുണ്ട്. സ്വർഗത്തിലേക്കുള്ള വഴി ഇടുങ്ങിയതാണ്. വിശാലമായ വഴികളിലൂടെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. അതിനുവേണ്ടി വലിയ വലിയ വീതിയുള്ള ബ്രോഡ്വേസ് നമ്മൾ സൃഷ്ടിക്കുന്നു. എളുപ്പത്തിന് വേണ്ടി ബൈപ്പാസുകൾ സൃഷ്ടിക്കുന്നു. എന്നാൽ സ്വർഗത്തിലേക്ക് ഒരു വഴിയേ ഉള്ളൂ. ആ വഴി ദൈവത്തിൻ്റെ വചനം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന വഴിയാണ്. ആ വഴിയിലൂടെയാണ് പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുക. നമ്മുടെ ജീവിതത്തിലെ അസാധ്യങ്ങളായ ധാരാളം കാര്യങ്ങൾ, പ്രത്യേകിച്ചും സ്വർഗീയ യാത്രയെ നമ്മൾ അനുധാവനം ചെയ്ത് ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് എൻ്റെ ജീവിതം സ്വർഗത്തിൽ പ്രവേശിക്കുക? നമ്മുടെ കുറവുകളെക്കുറിച്ച്, പോരായ്മകളെക്കുറിച്ച്, ബലഹീനതകളെക്കുറിച്ച് നമുക്ക് തീർച്ചയായിട്ടും അസ്വസ്ഥതകളുണ്ട്. പാപിയായ എൻ്റെ ജീവിതത്തെ എങ്ങനെയാണ് വിശുദ്ധീകരിക്കുക? എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ നിന്ന് തിന്മയുടെ ശക്തികളെ പരിപൂർണമായും നീക്കം ചെയ്യുക? എങ്ങനെയാണ് ഒരു വിശുദ്ധ ജീവിതത്തിലൂടെ ഈ മഹത്വത്തിൻ്റെ കവാടത്തിലേക്ക് എനിക്ക് എത്തിച്ചേരാൻ കഴിയുക? നമുക്കിത് അസാധ്യമാണ്. അസാധ്യമായ ഏത് കാര്യത്തിനും വിശുദ്ധ ഗ്രന്ഥം നൽകുന്ന ഒരു ഉത്തരമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാം തിരുവചനം. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്നിൽ ആവസിക്കും. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിന്റെ ആവാസത്തിനു വേണ്ടി, അത്യുന്നതത്തിൽ നിന്നുള്ള ഈ ശക്തിക്ക് വേണ്ടി, ആത്മാവിന്റെ ഒരു പുത്തൻ അഭിഷേകത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. നമുക്കതിനായി ദാഹിക്കാം. ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ആ ആവാസത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പരിശുദ്ധാത്മാവിനെ വിളിച്ച് അപേക്ഷിക്കാം. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മ ശക്തി എന്നിൽ നിറയട്ടെ. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മ ശക്തി എന്നിൽ നിറയട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മ ശക്തി എന്നിൽ നിറയട്ടെ. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മ ശക്തി എന്നിൽ നിറയട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. 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 ഒറ്റ വിളിയാത്മാവേ, പരിശുദ്ധാത്മാവേ, ആരാധന, ആത്മാവേ, 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ആരാധന, 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 ആരാധന. I promise to be submissive in everything you permit to happen to me. Only show me what is your knowledge. പരിശുദ്ധാത്മാവേ, ആവസിക്കണമേ. പരിശുദ്ധാത്മാവേ, ശക്തിയാൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ.
നിറഞ്ഞ പോലെ അഭിഷേകത്തി കാറ്റായി വീശണമേ. സ്ലീഹന്മാരിൽ നിറഞ്ഞ പോലെ അഭിഷേകത്തി കാറ്റായി വീശണമേ. പാപശക്തിയെ ജയിച്ചിടാൻ, ലോകശക്തിയെ ജയിച്ചിടാൻ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. പാപശക്തിയെ ജയിച്ചിടാൻ, ലോകശക്തിയെ ജയിച്ചിടാൻ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. 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 തിരുസഭ മുഴുവൻ കത്തിപ്പടരട്ടെ. തിരുസഭ മുഴുവൻ കത്തിപ്പടരട്ടെ. കത്തിപ്പടരട്ടെ, കത്തിപ്പടരട്ടെ. ആത്മാവിനഗ്നി കത്തിപ്പടരട്ടെ, കത്തിപ്പടരട്ടെ, കത്തിപ്പടരട്ടെ. ആത്മാവിനഗ്നി കത്തിപ്പടരട്ടെ, ആത്മാവിനഗ്നി കത്തിപ്പടരട്ടെ, ആത്മാവിനഗ്നി കത്തിപ്പടരട്ടെ, ആത്മാവിനഗ്നി കത്തിപ്പടരട്ടെ. രണ്ട് കരങ്ങൾ ഉയർത്തി ഒറ്റ വിളി, ആത്മാവേ, പരിശുദ്ധാത്മാവേ വരണമേ. ദൈവത്തിന്റെ അരൂപിയെ നിറയണമേ, നിറയണമേ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ആയിരങ്ങളിലേക്ക് വരണമേ, ശക്തിയായി വരണമേ. സ്വർഗം തുറക്കണമേ, കൃപകൾ വർഷിക്കണമേ. ആത്മാവേ, 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 പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. കത്തിപ്പടരട്ടെ, കത്തിപ്പടരട്ടെ. ആത്മാവിനഗ്നി കത്തിപ്പടരട്ടെ, ആത്മാവിനഗ്നി കത്തിപ്പടരട്ടെ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. സ്നേഹമുള്ളവരെ, മഹത്വത്തിൻ്റെ കവാടം ഈ 5-ാം ദിവസത്തിൽ നമ്മൾ മഹത്വത്തിൻ്റെ കവാടത്തിലേക്കുള്ള ഈ യാത്രയിൽ നമ്മെ തടസ്സപ്പെടുത്തുന്ന, വഴിതെറ്റിക്കുന്ന ഈ മഹത്വത്തിൻ്റെ കവാടത്തിലൂടെയുള്ള പ്രവേശനത്തിന് നമ്മെ അനുവദിക്കാത്ത ഒരു വലിയ തടസ്സത്തെ ധ്യാനിക്കുകയാണ്. ലോകവും അതിൻ്റെ മോഹങ്ങളും. നമ്മൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഇതിലൂടെ നമുക്ക് ലഭിക്കേണ്ടത് ഒരു ആത്മവിശ്വാസമാണ്, ആത്മധൈര്യമാണ്. പലപ്പോഴും നിത്യജീവനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പലർക്കും ഭയമാണ്. മരണത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ വളരെ വികലമാണ്. മരണത്തോടെ എല്ലാം അവസാനിക്കും, എല്ലാ പ്രശ്നങ്ങളും തീരും എന്ന് കരുതിക്കൊണ്ടാണല്ലോ പലരും ജീവിതം അവസാനിപ്പിക്കുന്നത്. എന്നാൽ വിശുദ്ധ ഗ്രന്ഥം, കർത്താവിൻ്റെ വചനം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന നിതാന്തമായ സത്യങ്ങൾ, അത് വളരെ വ്യക്തതയോടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ലോകം, ഇവിടുത്തെ നമ്മുടെ ജീവിതം, ഇതൊരു തീർത്ഥാടനമാണ്. നമുക്ക് എത്തിച്ചേരേണ്ട ഒരിടമുണ്ട്, അത് പിതാവിൻ്റെ ഭവനമാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കാൻ ഞാൻ പോകുന്നു. ഈശോ നമുക്ക് വേണ്ടി സ്ഥലമൊരുക്കാൻ പോയെങ്കിൽ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ ഭവനത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലണം. അത് നമ്മുടെ അവകാശമാണ്. അതിനായി ജീവിതത്തിൻ്റെ എല്ലാ തടസ്സങ്ങളെയും നീക്കിക്കളയാൻ നമുക്ക് സാധിക്കണം. അതിനുള്ള ഒരു ശ്രമമാണ് നമ്മൾ ഈ ശുശ്രൂഷയിലൂടെ നടത്തുക. കർത്താവിൻ്റെ വചനം ധ്യാനിച്ചുകൊണ്ട് അതിനുള്ള ആത്മധൈര്യവും ശക്തിയും സംഭരിക്കുക എന്നുള്ളതാണ്. നിരാശയോടെ, ഭയത്തോടെ മരണമെന്ന് പറയുന്ന ആ യാഥാർത്ഥ്യത്തെ വിറയലോടെ നോക്കിക്കൊണ്ട് ഈ ഭൂമിയിൽ കഴിയേണ്ടവരല്ല നമ്മൾ. ആ സുന്ദരമായ
കവാടത്തിലൂടെ പ്രവേശിച്ച് സ്വർഗപിതാവിൻ്റെ ഭവനത്തിൽ നമുക്ക് എത്തിച്ചേരണം. അതിന് ഇന്ന് പ്രത്യേകമായും നമ്മൾ ധ്യാന വിഷയമാക്കുക യോഹന്നാൻ്റെ 1-ാം ലേഖനത്തിൽ 2-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങളാണ്. അതിപ്രകാരമാണ്: ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല. എന്തെന്നാൽ ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റേതല്ല, പ്രത്യുത ലോകത്തിൻ്റേതാണ്. ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകുന്നു. ദൈവഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. ലോകവും ലോകമോഹങ്ങളും കടന്നു പോകുന്നു. ദൈവഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. എന്താണ് നിലനിൽക്കുന്നത്? നമ്മെ എന്താണ് ശാശ്വതമായ ജീവിതത്തിൽ സ്വർഗയാത്രയിൽ ഉറപ്പിച്ചു നിർത്തുന്നത്? അതൊന്നു മാത്രമാണ്, ദൈവത്തിൻ്റെ ഹിതം, എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി. ആ പദ്ധതി തിരിച്ചറിയാനും ആ ഹിതത്തിന് സമ്പൂർണമായി കീഴടങ്ങാൻ തയ്യാറാകുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ നിലനിൽപ്പുണ്ടാകുന്നത്. അതൊരു ഉറച്ച ജീവിതമാണ്. എന്നാൽ ലോകവും ലോകമോഹങ്ങളും കടന്നു പോകുന്നു. ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് പുറകെ പോയിട്ട് ആരാണ് ഇന്ന് ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളത്? വളരെ മനോഹരമായ ഒരു പഴയ ടോൾസ്റ്റോയ് കഥയുണ്ടല്ലോ, 6 അടി മണ്ണ്. ഒരുപക്ഷെ എല്ലാവരും കേട്ടിട്ടുള്ള സുപരിചിതമായ ഒരു കഥയാണത്. അതിൻ്റെ സംഗ്രഹം നമുക്കറിയാം. ഒരു ഭൂവുടമ അദ്ദേഹത്തിൻ്റെ വിശാലമായ ആ മണ്ണിൽ നിന്ന് ഒരു ദിവസത്തിൽ സൂര്യൻ ഉദിച്ച് അസ്തമിക്കും വരെയുള്ള സമയത്ത് എന്തുമാത്രം ആ ഭൂമിയിൽ ചുറ്റി സഞ്ചരിച്ച് തിരിച്ച് പോയിടത്തേക്ക് തന്നെ എത്താവുന്ന ആ സ്ഥലം മുഴുവനും അവർക്ക് വെറുതെ കൊടുക്കും എന്നുള്ള ഒരു വാഗ്ദാനത്തിൽ ഒരു മനുഷ്യൻ ആ സ്ഥലം വെട്ടിപ്പിടിക്കാൻ ഓടുന്ന ഒരു യാത്രയെക്കുറിച്ചാണ് കഥ നമുക്കറിയാം. അദ്ദേഹം അതിരാവിലെ സൂര്യൻ ഉദിച്ചപ്പോൾ തന്നെ ഓടാൻ തുടങ്ങി. ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ മോഹങ്ങൾ ഇങ്ങനെ കിളിർക്കുകയാണ്. ഉള്ളിലൊരു ആർത്തിയുണ്ട്. ഈ ഭൂമി സാധിക്കുമെങ്കിൽ മുഴുവനും കൈയടക്കണം, ഈ ഭൂമിയുടെ ഉടമയാകണം. ഈ ലക്ഷ്യത്തിലാണ് അദ്ദേഹം കുതിക്കുന്നത്. അങ്ങനെ അദ്ദേഹം ഭക്ഷണമോ വെള്ളമോ ഒന്നുമില്ലാതെ ഉച്ചസമയത്ത് ചുട്ടുപഴുത്ത ആ വെയിലിലൂടെ പരമാവധി ഓടുകയാണ്. എന്നാൽ സൂര്യൻ അസ്തമിക്കും മുമ്പ് അദ്ദേഹം പുറപ്പെട്ടിടത്ത് എത്തിച്ചേരേണ്ടതുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ തിളയ്ക്കുന്ന മോഹം അദ്ദേഹത്തെ ഈ ലക്ഷ്യത്തിലേക്ക്, തിരിച്ചു വരേണ്ടിടത്തേക്ക് തിരിച്ചു വരണമെന്നുള്ള ആ ചിന്തയിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം സൂര്യാസ്തമയത്തോടടുത്തപ്പോൾ ഉള്ള ശക്തി മുഴുവനും ഉപയോഗിച്ച് ഓടി തിരിച്ചു വരാൻ ശ്രമിക്കുകയാണ്. എന്നാൽ അദ്ദേഹം അവിടെ കുഴഞ്ഞു വീണ് മരിക്കുകയാണ്. അപ്പോൾ ഈ ഭൂമുടമ അദ്ദേഹത്തിനോട് മറ്റുള്ളവരോട് പറയുന്നുണ്ട്, അദ്ദേഹത്തിന് സൗജന്യമായി 6 അടി മണ്ണ് കൊടുക്കുക. ആ ഭൂമി മുഴുവനും പിടിച്ചടക്കാൻ ശ്രമിച്ചവൻ വിവേകമില്ലാതെ ആർത്തിയോടെ മോഹങ്ങൾ ഉള്ളിൽ നിറഞ്ഞ് പാഞ്ഞ ആ ഓട്ടപ്പാച്ചിലിൽ അദ്ദേഹത്തിന് എല്ലതും നഷ്ടപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, ബുദ്ധിമാനായ ടോൾസ്റ്റോയ് ഈ കഥ പണ്ട് പറഞ്ഞു വെച്ചതാണ്. ലോകമുള്ളിടത്തോളം, മനുഷ്യനുള്ളിടത്തോളം ഒരുപക്ഷെ ഈ കഥയുടെ ഗുണപാഠം നമുക്ക് ചിന്ത വിഷയമാണ്. ഇന്ന് മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ്. എല്ലാം പിടിച്ചടക്കാനുള്ള പരക്കം പാച്ചലിൽ സർവ്വതും നഷ്ടപ്പെട്ട് പാപ്പരായിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരെ നമ്മൾ കാണുന്നുണ്ട്.
എന്തെല്ലാം ഗോപുരങ്ങളാണ് പണിതുയർത്തിയത്. ലോകത്തിൻ്റെ മോഹങ്ങൾ വേട്ടയാടിയിട്ട് സമ്പത്തിന് പുറകെ, അധികാരത്തിന് പുറകെ, സ്ഥാനമാനങ്ങൾക്ക് പുറകെയൊക്കെ പരക്കം പാഞ്ഞ് ഒടുവിൽ ഒന്നുമില്ലാതെ അവസാനിച്ച ജീവിതങ്ങളെ നമുക്ക് കാണാം. അതുകൊണ്ട് വളരെയേറെ ജാഗ്രതയോടെ നമ്മുടെ മുന്നിൽ കർത്താവിൻ്റെ വചനം വെളിപ്പെടുത്തുന്ന ഈ സത്യങ്ങൾക്ക് നമ്മൾ കാതോർക്കണം. ഈ അബദ്ധം നമുക്ക് ജീവിതത്തിൽ വന്നുകൂടാ. പരക്കം പാഞ്ഞിട്ടുള്ള ലോകമോഹങ്ങളുടെ പുറകെയുള്ള ഓട്ടപ്പാച്ചിലൊക്കെ നമ്മളെവിടെയാണ് എത്തിച്ചേർന്നിട്ടുള്ളത്? സുഖമോഹങ്ങൾക്ക് പുറകെ പോയി, എന്നിട്ട് സമ്പത്തിന് പുറകെ പോയി, എന്നിട്ട് അധികാരത്തിന് പുറകെ പോയി, എന്നിട്ട് ഇതിലെന്താണ് ശാശ്വതമായി നിലനിന്നിട്ടുള്ളത്? എന്താണ് നമുക്ക് ശാശ്വതമായ സമാധാനം തന്നിട്ടുള്ളത്? ഇതൊക്കെ വെട്ടിപ്പിടിക്കാനുള്ള മോഹത്തിൽ നമുക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടു. പ്രിയമുള്ളവരെ, ഈ ദിവ്യവചനം വളരെ വലിയ സത്യങ്ങളെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ ധ്യാനിക്കുക. അവിടെ ലോകം എന്ന് പറയുമ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിലും യോഹന്നാന്റെ ലേഖനത്തിലും 3 അർത്ഥത്തിലാണ് ലോകം എന്ന വാക്ക് പ്രയോഗിക്കുക. അത് മനസ്സിലാക്കിയാലാണ് ഈ ലോകമോഹം എന്ന് പറയുന്നതിനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുള്ളൂ. ലോകം എന്ന് പറഞ്ഞാൽ 1-ാമത്തെ അർത്ഥത്തിൽ ഈ സൃഷ്ടപ്രപഞ്ചം മുഴുവനുമാണ് ലോകം. 2-ാമത്തെ അർത്ഥത്തിൽ അത് മനുഷ്യനാണ്. അതാണ് യോഹന്നാൻ 3:16 പറയുക, ലോകത്തെ അത്രയധികമായി ദൈവം സ്നേഹിച്ചു. അത് മനുഷ്യരോടുള്ള സ്നേഹമാണ്, ആരും നശിക്കാതിരിക്കാനുള്ള ദൈവത്തിൻ്റെ സ്നേഹം. 3-ാമത്തെ അർത്ഥത്തിൽ ലോകത്തിൻ്റെ തിന്മ, ദുഷ്ട അരൂപി പിടികൂടിയിരിക്കുന്ന ലോകത്തിൻ്റെ തിന്മയെ നമ്മൾ ലോകമെന്ന് വിളിക്കും. ലോകം, പിശാച്, ശരീരമെന്ന ത്രിവിധ ശത്രുക്കളെക്കുറിച്ച് നമ്മൾ പരമ്പരാഗതമായി കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഈ ലോകം ശത്രുവാകുന്നത് അത് ലോകത്തിൻ്റെ അരൂപി, ഈ ലോകത്തിൽ വിതറിയ തിന്മകളുടെ, ദുരന്തങ്ങളുടെ പരിണത ഫലമാണ്. അപ്പോൾ ഈ ദുരന്തങ്ങളുടെ പുറകിൽ, ഈ തിന്മയുടെ പുറകിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് വാസ്തവത്തിൽ നമ്മുടെ ജീവിതം പരാജയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ലോകമോഹങ്ങൾക്ക് പുറകെ പോകരുത്, ലോകവും ലോകത്തിൻ്റെ മോഹവും കടന്നു പോകുമെന്ന് യോഹന്നാൻ പറയുന്നത്? എന്തുകൊണ്ടാണ് ലോകമോഹങ്ങളെ ഉപേക്ഷിക്കണമെന്ന് കർത്താവ് തൻ്റെ വചനത്തിലൂടെ വീണ്ടും വീണ്ടും നമ്മോട് പറയുന്നത്? യോഹന്നാൻ്റെ 1-ാം ലേഖനത്തിൽ പരിപൂർണമായും ആ ലേഖനം 1-ാം അധ്യായം മുതൽ നമ്മളങ്ങ് വായിക്കുമ്പോൾ വളരെ വ്യക്തതയോടെ ഇതിൻ്റെ സംഗ്രഹം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യോഹന്നാൻ ഇത് പറയുന്നത് പ്രധാനമായി 2 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്നാമതായിട്ട് ലോകമോഹങ്ങളെക്കുറിച്ച് യോഹന്നാൻ പറയുമ്പോൾ, ലോകമോഹങ്ങൾ നശ്വരമാണ്, അത് നശിക്കും. എന്നാൽ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്നത്, ദൈവഹിതം അത് ശാശ്വതമാണ് എന്ന് പറയുമ്പോൾ, തുടർന്ന് യോഹന്നാൻ്റെ ആ ലേഖനത്തിൽ അതിന് മുൻപും ഈ അധ്യായത്തിന് മുൻപും പിൻപുമായിട്ട് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ് പറഞ്ഞു വയ്ക്കുക. 2 കാര്യങ്ങളാണ് യോഹന്നാൻ ഇതിലൂടെ അർത്ഥമാക്കുക. ഒന്ന്, ലോകമോഹങ്ങൾക്കടിമയായി നശിക്കുന്ന ഒരു മനുഷ്യന് അവൻ്റെ ഉള്ളിൽ പിതാവിൻ്റെ സ്നേഹമുണ്ടാവില്ല എന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ നമ്മൾ ശ്രമിച്ചത്. പിതാവിൻ്റെ സ്നേഹം അവൻ്റെ ഉള്ളിൽ ഉണ്ടാവില്ല, അവൻ്റെ ഉള്ളിൽ ദൈവസ്നേഹം ഉണ്ടാവില്ല. രണ്ടാമതായിട്ട് തുടർ വായനയ്ക്ക് ഈ ലേഖനം വിധേയമാക്കുമ്പോൾ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്, സഹോദരങ്ങളോടുള്ള സ്നേഹം ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഒരു വ്യക്തി ലോകമോഹങ്ങളുടെ അടിമയായി ജീവിക്കുന്നെങ്കിൽ ആ വ്യക്തിയിൽ ദൈവസ്നേഹം ഉണ്ടാവില്ല, സഹോദര സ്നേഹം ഉണ്ടാവില്ല. അതാണ് വളരെയേറെ ഗൗരവത്തോടെ യോഹന്നാൻ കുറിച്ചു വയ്ക്കുക. ലോകമോഹങ്ങൾ നശ്വരമാണ്, അത് പലതും നശിപ്പിക്കുന്നതാണ്. ദൈവത്തിൻ്റെ സ്നേഹം ഉൾക്കൊള്ളാൻ കഴിയാതെ, ദൈവസ്നേഹം അനുഭവിക്കാൻ കഴിയാതെ, ദൈവത്തെ സ്നേഹിക്കാൻ കഴിയാതെ, സഹോദരങ്ങളെ സ്നേഹിക്കാൻ കഴിയാതെ എങ്ങനെയാണ് ഒരു വ്യക്തി ജീവിതയാത്രയിൽ സ്വർഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുക? ഇത് തന്നെയാണ് ഇന്ന് പലരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന
അബദ്ധങ്ങൾ. അതുകൊണ്ട് നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ നമുക്കറിയാം, ഈശോ എല്ലാ കൽപ്പനകളെയും സംഗ്രഹിച്ചുകൊണ്ട് നമ്മോട് പറഞ്ഞിരിക്കുന്നത്, ഒന്ന്, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കാനാണ്. രണ്ട്, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാനാണ്. ദൈവത്തെ സ്നേഹിക്കാത്ത, ദൈവത്തിൻ്റെ ഹിതത്തിന് വിധേയമാകാത്ത, അയൽക്കാരനെ സ്നേഹിക്കാത്ത ഒരു വ്യക്തിയും നിത്യജീവൻ അവകാശമാക്കുന്നില്ല എന്ന് കർത്താവിൻ്റെ വചനം വളരെ വ്യക്തതയോടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ വിഷയത്തെ നമ്മൾ ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ട് ലോകമോഹങ്ങൾ ഉപേക്ഷിക്കണമെന്ന് പറയുന്നു എന്ന കാര്യത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. എനിക്ക് എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് നിറയണം, ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് എനിക്ക് ജീവിക്കണം. ദൈവത്തിൻ്റെ ഹിതം വ്യക്തമായും വെളിപ്പെടുത്തി തന്നിരിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം എനിക്ക് വേണം. ദൈവവചനത്തിൻ്റെ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു ജീവിതം. പ്രിയമുള്ളവരത് വ്യത്യസ്തമാണ്. ഈ ലോകത്തിൻ്റെ കാഴ്ചപ്പാടുകളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഒരു ഉടുപ്പ് ചോദിക്കുന്നവന് 2 കൊടുക്കുന്ന, 1 മൈൽ നടക്കാൻ പറയുന്നവനോട് കൂടെ 2 മൈൽ നടക്കുന്ന, വലതേ കന്നത്തടിക്കുന്നവൻ ഇടതുകൂടെ കാണിച്ചു കൊടുക്കുന്ന, ശത്രുവിനെ പോലും സ്നേഹിക്കുന്ന ഒരു സുവിശേഷമാണിത്. ഇതാണ് യേശുക്രിസ്തു നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വചനത്തിൻ്റെ നിലപാട് സ്വീകരിച്ചാൽ ഈ ലോകത്തിൽ ഒരു പക്ഷേ നമ്മളൊക്കെ ഭോഷന്മാരാകും. അതുകൊണ്ടാണ് ഇന്ന് ഒരു പക്ഷേ തങ്ങളിൽ തന്നെ ശക്തി കണ്ടെത്തിക്കൊണ്ട്, തങ്ങളിൽ തന്നെ ആശ്രയിച്ചുകൊണ്ട് ദൈവം നൽകിയിരിക്കുന്ന കൃപകളെ വിസ്മരിച്ച പലരും അനുസരണമില്ലാതെ, ദൈവഹിതത്തിന് കീഴടങ്ങാതെ, സ്വന്തം അറിവിലും ബുദ്ധിയിലും അഹങ്കരിച്ച ഒരു പക്ഷേ ക്രിസ്തീയ ജീവിതത്തിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ ജീവിക്കാൻ കഴിയാത്ത ഒരു ക്രിസ്തീയ ജീവിതം, അത് വലിയ വലിയ ദുരന്തമാണ്. ഈ ലോകം ഇന്ന് പല വെല്ലുവിളികളും നമ്മുടെ മുന്നിൽ വയ്ക്കുന്നുണ്ട്, പല വെല്ലുവിളികളും നമ്മുടെ മുന്നിൽ വയ്ക്കുന്നുണ്ട്. എന്നാൽ ഈ വെല്ലുവിളികളെ അതിജീവിക്കാൻ വേണ്ടി ലോകത്തിൻ്റെ മാർഗങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നെങ്കിൽ, ലോക അരൂപിയെ നമ്മൾ കൂട്ടുപിടിക്കുന്നെങ്കിൽ, പ്രിയമുള്ളവരെ, നമുക്കൊരിക്കലും ഈ ജീവിതയാത്രയിൽ ലക്ഷ്യത്തിലെത്താനാവില്ല. അതുകൊണ്ട് ഈ ഒരു സത്യത്തെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് വേണം നമ്മൾ ഇന്നത്തെ ഈ ധ്യാനചിന്തകളിലൂടെ കടന്നു പോകേണ്ടത്. എനിക്ക് ദൈവസ്നേഹം കൊണ്ട് നിറയണം, എനിക്ക് എൻ്റെ സഹോദരങ്ങളെ സ്നേഹിക്കണം. ഇത് യേശുക്രിസ്തുവിൻ്റെ പരമോന്നതമായ കൽപ്പനയാണ്. അതിന് ഏറ്റവും വലിയ തടസ്സം നിൽക്കുന്ന ഈ ലോകമാകുന്ന ശത്രു, ലോകത്തിൻ്റെ മോഹം, അതിൽ നിന്ന് എനിക്ക് വിടുതൽ പ്രാപിക്കണം. റോമാക്കാർക്കുള്ള ലേഖനത്തിൻ്റെ 12-ാം അധ്യായം 2-ാം തിരുവചനത്തിൽ പൗലോസ്ലീഹ പറയുന്നുണ്ട്, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. പ്രത്യുത മനസ്സിൻ്റെ നവീകരണം വഴി, മനസ്സിൻ്റെ നവീകരണം വഴി നിങ്ങളുടെ ജീവിതത്തെ പുതുക്കുക. എന്നിട്ട് അപ്പോൾ ദൈവഹിതം എന്തെന്ന്, നല്ലത്, ഉചിതമായത്, പ്രചോദനാത്മകമായത് എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈ ലോകത്തോട് അനുരൂപരാകാതെ ജീവിക്കുക എന്ന് പറയുന്നത് സുവിശേഷം നമ്മുടെ മുന്നിൽ വയ്ക്കുന്ന ഒരു വെല്ലുവിളിയാണ്. ഇത് എളുപ്പമുള്ള കാര്യമല്ല. സാധാരണ ആചാര്യന്മാരൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ള ഒരാപ്തവാക്യമുണ്ടല്ലോ, വള്ളം വെള്ളത്തിലായിരിക്കണം, വെള്ളം വള്ളത്തിലാകരുത്. നമ്മൾ ഈ ലോകത്തിലാണ് ജീവിക്കുന്നതെങ്കിലും ഈ ലോകത്തിൻ്റെ തിന്മകൾ, ഈ ലോകത്തിൻ്റെ ദുർമോഹങ്ങൾ, ഈ ലോകത്തിൻ്റെ അരൂപി, നമ്മെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ ദുഷ്ടതകൾ ലോകത്തിൽ നിന്ന് നമ്മിലേക്ക് കയറാൻ പാടില്ല. അങ്ങനെയൊരു ജീവിതമാണ് യഥാർത്ഥത്തിലുള്ള ക്രിസ്തീയ ജീവിതം. വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ട് സ്വർഗീയ സൗഭാഗ്യത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു യാത്രയിൽ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന്
പ്രതിഷ്ഠിച്ചുകൊണ്ടുള്ള ഒരു ആത്മീയ ശൈലി പഠിപ്പിക്കുമ്പോൾ അതിൽ രണ്ടാമത്തെ ഘട്ടത്തിൽ വിശുദ്ധൻ പഠിപ്പിക്കുക ലോക അരൂപിയെ ജയിക്കുക എന്നുള്ളതാണ്. ലോക അരൂപിയെ ജയിക്കുക എന്താണ് അതിൻ്റെ അർത്ഥം? ലോകത്തിൻ്റെ അരൂപിയുടെ ഏക ലക്ഷ്യം ദൈവത്തിൻ്റെ സർവാധിപത്യങ്ങളെയും തകർക്കുകയാണ്. മനുഷ്യനെ പാപത്തിൻ്റെ പടുകുഴിയിലേക്ക് തള്ളിയിട്ട് ലോകാരൂപി ഈ ലോകത്തിൻ്റെതായ എല്ലാ പ്രലോഭനങ്ങളിലൂടെയും അവനെ കൊണ്ടുപോകും. വ്യക്തികൾ, സ്ഥലങ്ങൾ, വസ്തുക്കൾ ഇതിനെല്ലാം അടിമയാക്കി ഈ ലോകത്തിൽ ലോകാരൂപി മനുഷ്യനെ തളച്ചിടുന്നു. ദൈവത്തെ നിഷേധിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ട് പറയുക, ലോക അരൂപിയെ ജയിക്കണം. ലോക അരൂപിയെ ജയിക്കുക എന്ന് പറഞ്ഞാൽ ദുഷ്ടൻ ഇന്ന് ഹൃദയത്തിൽ വിതയ്ക്കുന്ന സകല ദുർമോഹങ്ങളിൽ നിന്നും വിജയം നേടുക എന്നുള്ളതാണ്. ഒന്നിനും അടിമയാകാതെ, ആർക്കും അടിമയാകാതെ ജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ്. ഒരു പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പരാജയപ്പെട്ടവരാണ് നമ്മൾ. പാപം മൂലം പരാജയപ്പെട്ടവരായിരിക്കാം, പല മേഖലകളിൽ തകർന്നവരായിരിക്കാം. പ്രിയമുള്ളവരെ, മനസ്സിലാക്കുക, നമ്മുടെ ജീവിതത്തിൻ്റെ ഈ അവസ്ഥകളെ തിരിച്ചറിഞ്ഞിട്ട് നമുക്കുള്ള ഏറ്റവും വലിയ പ്രത്യാശ എന്താണ്? ഞാൻ എത്ര വലിയ പാപിയാണെങ്കിലും ദൈവത്തിൻ്റെ വരപ്രസാദം കൊണ്ട് എൻ്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കാൻ അവിടുന്ന് എൻ്റെ നേരെ തൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം ചൊരിയുന്നു എന്നുള്ളതാണ്. മരണാസന്നരായവർക്ക് രോഗശാന്തി നൽകാൻ പോകുമ്പോൾ അവരെ ഒരുക്കാനായിട്ട് കിട്ടുന്ന അവസരങ്ങളൊക്കെ വളരെയേറെ ഹൃദയത്തെ തൊട്ടിട്ടുള്ളതാണ്. ഞാൻ ഓർക്കുന്ന ഒരു സംഭവമുണ്ട്. എൻ്റെ ഒരു ഇടവകയിൽ ഒരിക്കൽ പോലും പള്ളിയിൽ വരാത്ത, എന്നാൽ പള്ളിയുടെ മുന്നിലൂടെ മദ്യപിച്ച് കടന്നു പോകുന്ന ഒരു ചേട്ടനെ ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം മദ്യപിച്ച് പള്ളിയുടെ മുന്നിൽ നിന്ന് വൈദികരെയും സഭയെയും പുണ്യവാന്മാരെയും ഒക്കെ തെറിവിളിക്കുന്നവനാണ്. അങ്ങനെ ഒരു ചേട്ടനെ എല്ലാ ദിവസവും എന്ന് പറഞ്ഞതുപോലെ സന്ധ്യാസമയത്ത് കാണാറുണ്ട്. ഈ മനുഷ്യൻ രോഗിയായി മരണാസന്നനായി കിടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളും എൻ്റെ അടുക്കൽ വന്നിട്ട് ഈ ചേട്ടന് രോഗീലേപനം കൊടുക്കാൻ, വിശുദ്ധ കുർബാന കൊടുക്കാൻ വരണമെന്ന് പറഞ്ഞു. ഈ ചേട്ടനെ എനിക്ക് നന്നായിട്ടറിയാം. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതിന് ആ ചേട്ടൻ തയ്യാറാകുമോ? അപ്പച്ചൻ ഇതിന് തയ്യാറാകുമോ? ഇപ്പോൾ അതിന് സാധിക്കുക അച്ഛ. അച്ഛൻ വന്ന് കുറച്ചു നേരം ഒന്ന് സംസാരിച്ച്, ഒന്ന് കുമ്പസാരിച്ച് ഇത് ചെയ്തു തരണം. ഞങ്ങളുടെ കുടുംബത്തിന് എങ്കിലും രക്ഷയുണ്ടാകൂ. ഓർമ്മ വെച്ച നാൾ മുതൽ ഞങ്ങളുടെ കുടുംബം കഷ്ടപ്പെടുന്നത്, തകരുന്നത് കണ്ടുകൊണ്ട് വളർന്നവളാണ് ഞാൻ. ആ മകൾ പറയുക, അവൾ വിവാഹം ചെയ്തിട്ടില്ല. കാരണം അവൾക്ക് പുരുഷന്മാരോട് വെറുപ്പാണ്. അപ്പനും അമ്മയും തമ്മിലുള്ള വിവാഹ ജീവിതത്തിൻ്റെ ദുരന്തങ്ങൾ കണ്ട് ജീവിച്ച ആ മകൾക്ക് അവൾ വിവാഹം പോലും നിഷേധിച്ച് ജീവിക്കുന്നവളാണ്. ഞങ്ങളുടെ കുടുംബത്തിന് ഇനിയെങ്കിലും സമാധാനം ഉണ്ടാകണമെങ്കിൽ ഈ അപ്പൻ ഈശോയെ സ്വീകരിച്ച് മരിക്കണം. ഞാൻ ആ ചേട്ടൻ്റെ അടുക്ക് ചെന്നു. അദ്ദേഹം തളർന്നു കിടക്കുന്ന അവസ്ഥയിലാണ്. പഴയ ആ വീര്യമൊന്നുമില്ല. അദ്ദേഹത്തോട് ഞാൻ കുറേ സംസാരിച്ചു. അദ്ദേഹം ഉള്ളിൽ വളരെ വലിയ വേദനയുണ്ട്. കാരണം നമുക്കറിയാം, എല്ലാ കഴിവുകളും ക്ഷയിക്കുമ്പോൾ, ശരീരം ക്ഷീണിക്കുമ്പോൾ, മനസ്സ് തളരുമ്പോൾ തീർച്ചയായിട്ടും ആത്മാവിൻ്റെയൊക്കെ വിലയെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങും. കഴിഞ്ഞുപോയ അപരാധങ്ങളെക്കുറിച്ചുള്ള വേദന കൊണ്ട് രാപ്പകലില്ലാതെ അദ്ദേഹം കരയുകയാണ്. ഞാൻ കുറേ നേരം സംസാരിച്ചു. അദ്ദേഹത്തെ കുമ്പസാരിപ്പിച്ചു. അദ്ദേഹത്തിന് ഞാൻ വിശുദ്ധ കുർബാന കൊടുക്കുകയാണ്. വിശുദ്ധ കുർബാന കൊടുക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഞാൻ ദിവ്യകാരുണ്യം എടുത്ത് ഈശോയെ
അദ്ദേഹത്തിൻ്റെ നാവിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ ചേട്ടൻ പെട്ടെന്ന് തല വെട്ടിച്ച് വാവിട്ട് കരയുകയാണ്. ഒന്നും പറഞ്ഞില്ല, ഓളിയിട്ട് കരയുകയാണ്. എന്താണ് ആ കരച്ചിലിൻ്റെ അർത്ഥം? ഞാനിങ്ങനെ വ്യാഖ്യാനിക്കും, ഇത്രയും നാൾ നിന്റെ മുന്നിലൂടെ കടന്നുപോയിട്ടും നിന്റെ അരികിലേക്ക് വന്ന് നിന്നെ സ്വീകരിച്ചില്ല ഞാൻ. ഇത്രയും നാൾ നിന്റെ സഭയെ, നിന്റെ വൈദികരെ പരമാവധി വൃത്തികേടുകൾ പറഞ്ഞ് നശിപ്പിച്ചവനാണ് ഞാൻ. ഇത്രയും നാൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാനൊരു നന്മയും ചെയ്തിട്ടില്ല. ഒരൊറ്റ പുത്രി, അവളുടെ ജീവിതവും ഒരർത്ഥത്തിൽ ഞാൻ നശിപ്പിച്ചു. ഒരുപക്ഷെ പ്രിയമുള്ളവർ, ഇതൊക്കെ ഒരൊറ്റ മിന്നൽ പോലെ ആ മനുഷ്യൻ്റെ ഉള്ളിലൂടെ കടന്നുപോയി കാണും. ഇപ്പോൾ ഞാൻ നിന്നെ തേടി വന്നില്ലെങ്കിലും നീ എന്നെ തേടി വരികയാണ്. ആ മനുഷ്യൻ വാവിട്ട് കരയുകയാണ്. കുറേ നേരം ആശ്വസിപ്പിച്ച് പ്രാർത്ഥിച്ച് അദ്ദേഹത്തിന് ഞാൻ വിശുദ്ധ കുർബാന കൊടുത്തു. പ്രിയമുള്ളവരെ, തീർച്ചയായും ഇതാണ് നമ്മുടെ സൗഭാഗ്യം. ഇന്നലെകളിൽ പരാജയപ്പെട്ട ഒരു ജീവിതം അനുതാപത്തിൻ്റെ കണ്ണുനീരൊഴുക്കി യേശുവിനെ സ്വീകരിക്കുമ്പോൾ നീ എന്തുമായിക്കൊള്ളട്ടെ, നിന്നെ മാറോട് ചേർക്കുന്ന ഒരു സ്നേഹമാണത്. ഈ ഒരു ഉറപ്പ് കർത്താവ് നമുക്ക് തരുന്നുണ്ട്. ഈ ഒരു ശക്തി കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് ലോകമോഹങ്ങളുടെ പുറകെ പോകുന്ന ഈ യാത്രയെ അവസാനിപ്പിച്ചിട്ട് നല്ല ആരോഗ്യവും ആവശ്യത്തിന് സമ്പത്തും കഴിവും പ്രാപ്തിയുമൊക്കെ ഉള്ള ഒരു സാഹചര്യം നീ യേശുവിലേക്ക് തിരിച്ചു വരാൻ സമയം കണ്ടെത്തണം. വഴിതെറ്റിപ്പോയതിനെ ഓർത്ത് വിലപിച്ച് നിരാശപ്പെട്ട് കഴിയാതെ, നിത്യസത്യങ്ങളെ നിഷേധിച്ച് നിൻ്റേതായ വഴിയിലൂടെ സഞ്ചരിക്കാതെ, ദൈവത്തെയും സഹോദരങ്ങളെയും വെറുത്ത് അവരെ സ്നേഹിക്കാതെ പുച്ഛിച്ച് തള്ളി ജീവിക്കുന്ന ഒരു ജീവിതത്തിൽ നിന്ന് മാറിക്കൊണ്ട് നീ ജീവിക്കാൻ തയ്യാറാകുന്ന നിമിഷത്തിൽ സ്വർഗം നിന്റെ മേൽ അനുഗ്രഹങ്ങൾ വർഷിക്കും, കൃപകൾ ചൊരിയും. പ്രിയമുള്ളവരെ, ഇതാണ് യേശു ക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസം. ഇതാണ് ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തു തരുന്ന അത്ഭുതകരമായ ശക്തി. ഇതിൽ വിശ്വസിക്കുന്നവരാണ് ക്രിസ്ത്യാനി എങ്കിൽ ഇന്ന് നീ അതിന് തയ്യാറാകണം. നാളെ എന്ന് നിന്റെ മാനസാന്തരം നീട്ടിവെക്കരുത്. ലോകമോഹങ്ങളിലൂടെ പോയി നീ ഇന്ന് എന്തെല്ലാം നശിപ്പിച്ചു. 100 ഉദാഹരണങ്ങൾ പറയാം. കുടുംബത്തെ തകർത്തവർ, മക്കളെ നശിപ്പിച്ചവർ, എത്രയോ വ്യക്തികളെ മുന്നിൽ കാണുന്നു. മാതാപിതാക്കളെ ധിക്കരിച്ച് ജീവിച്ച മക്കൾ, സഹോദരങ്ങൾ തമ്മിൽ തല്ലുകൂടി തലപൊളിച്ച് ജീവിതത്തിൻ്റെ ദുരന്തം പേറി ജീവിക്കുന്നവർ, ഇതൊക്കെ പ്രിയമുള്ളവരെ ഒരുപക്ഷെ സംഭവിച്ചിട്ടുണ്ടാകാം. പക്ഷെ ഇന്ന് ഈ ലോകാരൂപിയുടെ പ്രവർത്തനങ്ങളെ വിട്ട്, ലോകത്തിൻ്റെ മോഹങ്ങളെ വിട്ട് നീ ദൈവത്തെ സ്നേഹിക്കാൻ, സഹോദരങ്ങളെ സ്നേഹിക്കാൻ വേണ്ടി നിന്റെ ലോകമോഹങ്ങൾ ഉപേക്ഷിക്കണം. ഭയന്ന് വിറച്ച് അനുദപിക്കുന്ന ഒരു അനുതാപമല്ല പൂർണ്ണ അനുതാപമെന്ന് സഭ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സ്വാതന്ത്ര്യത്തോടെ കർത്താവിൻ്റെ വചനം നിന്റെ ഹൃദയത്തെ തൊട്ട് ഉണർത്തുമ്പോൾ നീ യെസ് പറയാൻ തയ്യാറാകുന്ന ഒരു വലിയ വിശാലമായൊരു ഹൃദയം പരിശുദ്ധാത്മാവ് നിനക്ക് തരട്ടെ. പ്രിയമുള്ളവരെ, ഈ മനോഹരമായ ജീവിതം ധന്യമാകണമെങ്കിൽ തീർച്ചയായിട്ടും ലോക അരൂപിയെ ഉപേക്ഷിക്കാൻ തയ്യാറാകണം. ലോക അരൂപി നമ്മിൽ നിക്ഷേപിക്കുന്ന ലോകമോഹങ്ങളെ വിട്ടൊഴിയാൻ തയ്യാറാകണം. എങ്കിൽ എന്ത് സമാധാനമാണ് നമുക്ക്, എത്ര സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കും. കൊറിന്ത്യസുകാർക്കുള്ള 2-ാം ലേഖനം 3-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ പറയുന്നത് പോലെ, അപ്പോൾ കർത്താവിൻ്റെ ആത്മാവിൻ്റെ ചിറകടി എൻ്റെ ഉള്ളിലുണ്ടാകും. അപ്പം എന്താ സംഭവിക്കുക? കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ടാകും. ആന്തരികമായൊരു സ്വാതന്ത്ര്യം, ഒരിക്കലും ഒരിടത്തും കിട്ടിയിട്ടില്ലാത്ത ഒരു സന്തോഷം, ഒരു ആത്മബലം. അതാണ് ദൈവത്തെയും സഹോദരങ്ങളെയും സ്നേഹിക്കാൻ നമ്മെ സഹായിക്കുക.
അത്തരത്തിലുള്ള ഒരു അനുഭവത്തിലേക്ക് നമ്മൾ തിരിച്ചു വരണം. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം, എന്താണ് ഈ ലോക മോഹങ്ങൾ നമുക്ക് വരുത്തുന്ന വിനകൾ? പ്രിയമുള്ളവരെ, വിശുദ്ധ ഗ്രന്ഥം ഉൽപ്പത്തി പുസ്തകം മുതൽ ഇങ്ങോട്ട് നമ്മൾ വായിക്കുമ്പം ഇന്ന് നമ്മൾ ശ്രവിച്ച ആ തിരുവചനത്തിൽ യോഹന്നാൻ ശ്ലീഹ പറഞ്ഞു വച്ചിരിക്കുന്ന 3 വാക്കുകളുണ്ട്. അത് വളരെ വ്യക്തതയോടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്താണ് ലോകമോഹം എന്ന് പറയുന്നത്? 3 തലക്കെട്ടുകളിൽ യോഹന്നാൻ അത് പറയുന്നു. ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത. ഈ 3 തലക്കെട്ടുകൾക്ക് താഴെ മനുഷ്യ ജീവിതത്തെ നശിപ്പിക്കുന്ന സകല ലോകമോഹങ്ങളെയും നമുക്ക് എഴുതി ചേർക്കാൻ കഴിയും. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൽ 6-ാം തിരുവചനത്തിൽ ആദ്യ മാതാപിതാക്കൾക്ക് ഈ സ്വർഗീയ കവാടം അവരുടെ മുമ്പിൽ അടച്ച ദുരനുഭവം, അതോടുകൂടെ ലോകത്തിൻ്റെ മുൻപിൽ, സകല മനുഷ്യരുടെയും മുമ്പിൽ ഈ സ്വർഗീയ കവാടം അടയ്ക്കപ്പെട്ട ഒരു ദുരന്തം സംഭവിച്ചത് എങ്ങനെയാണ്? അവിടെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ആ വൃക്ഷത്തിൻ്റെ പഴം ആസ്വാദ്യവും കണ്ണിന് കൗതുകകരവും അറിവേകാൻ കഴിയുമെന്നതിനാൽ അഭികാമ്യവും ആണെന്ന് അവൾ അറിഞ്ഞു, അത് തിന്നു, അവനും അത് തിന്നു. 3 കാര്യങ്ങളാണ്. ആ വൃക്ഷത്തിൻ്റെ പഴം ആസ്വാദ്യകരമാണ്, ശരീരത്തിന് ആസ്വാദ്യകരമായ ഒന്ന്, അതിൻ്റെ രുചി, അതിൻ്റെ മഹത്വം, ഇതൊക്കെ കൗശലക്കാരനായ സർപ്പം പറഞ്ഞു കൊടുത്തപ്പോൾ അവളുടെ ഉള്ളിലൊരു വിശപ്പ് കയറി, ഒരു മോഹം കയറി. ഇത്രയും ആസ്വാദ്യകരമായ ഒന്ന് ആസ്വദിക്കാതെ പോയാൽ ജീവിതത്തിന് എന്താണ് അർത്ഥം? 2, അവളുടെ കണ്ണിന് അത് കൗതുകകരമായി തോന്നി. ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ. 3-ാമത്, ദൈവത്തേക്കാൾ അറിവുള്ളവരായി ആ അറിവിൻ്റെ കൊടുമുടിയിൽ ജീവിക്കാം. അഹന്ത, അഹങ്കാരം, ദൈവത്തേക്കാൾ വലുതാകാനുള്ള ദുർമോഹം. അവിടെ മുതൽ നമ്മൾ കാണുന്നുണ്ട് മനുഷ്യചരിത്രത്തിലുടനീളം ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത മനുഷ്യനെ വേട്ടയാടുന്നത്. പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 1 മുതലുള്ള തിരുവചനത്തിൽ യേശു പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്ന ആ മരുഭൂമി അനുഭവമാണ്. എന്താണ് അവിടെ സംഭവിച്ച 3 പരീക്ഷണങ്ങൾ? കല്ല് അപ്പമാകാൻ പറയുക. നീ ഇപ്പോൾ ശരീരത്തിൽ വിശപ്പനുഭവിക്കുകയാണ്, നിന്റെ ശരീരത്തിന് ഒരു സുഖം വേണം, നിന്റെ ഈ വിശപ്പ് മാറിപ്പോകണം, അതുകൊണ്ട് കല്ലിനെ നീ അപ്പമാക്കുക. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ശരീരത്തിൻ്റെ, ജഡത്തിൻ്റെ വിശപ്പ് മാറ്റാനുള്ള ഒരു വെല്ലുവിളിയാണത്. ജഡത്തിൻ്റെ വിശപ്പ് എന്ന വാക്കിൽ നാനാർത്ഥങ്ങളുണ്ട്. ഇന്നും പ്രിയമുള്ളവരെ, ഈശോ ആദ്യമായി നേരിടുന്നൊരു പ്രലോഭനമാണത്. അവന് വിശന്നു, അപ്പോഴാണ് സാത്താൻ ഇത് പറയുക. 2-ാമതായിട്ട് നമ്മൾ കാണുന്നുണ്ട്, ഭൂമിയിലെ സകല രാജ്യങ്ങളും നിമിഷ നേരം കൊണ്ട് കാണിച്ചു കൊടുത്തു. ഇതൊക്കെ കാണുമ്പോൾ, കണ്ണ് നിറയെ ഇത് കാണുമ്പോൾ പിശാച് പറഞ്ഞു, നീ എന്നെ ഒന്ന് താണു വണങ്ങി ആരാധിക്കുക, ഇതെല്ലാം നിൻ്റേതായിരിക്കും. ഇതെല്ലാം സൃഷ്ടിച്ചവനോടാണ് പിശാച് പറയുന്നെങ്കിൽ, വെറും സൃഷ്ടികളായ മനുഷ്യൻ്റെ മുമ്പിൽ അവൻ ഇതെത്രയോ മടങ്ങ് ശക്തിയോടെ പ്രയോഗിക്കും. കണ്ണിൻ്റെ ദുരാശ, കണ്ണിൽ കാണുന്നത് മുഴുവനും സ്വന്തമാക്കാനുള്ള ഒരു ദുരാശ. 3-ാമതായിട്ട് നമ്മൾ എന്താണ് കാണുന്നത്? ദേവാലയ ഗോപുരത്തിൻ്റെ ശൃംഗത്തിൽ കയറി നിർത്തിയിട്ട് ചാടുക.
കാരണം നിന്നെ മാലാഖമാർ താങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിന്റെ കഴിവ് അത് ലോകം അറിയട്ടെ, നിന്റെ ശക്തി ലോകം അറിയട്ടെ. ജീവിതത്തിൻ്റെ അഹന്ത, അഹങ്കാരം അതാണ് നിറഞ്ഞു നിൽക്കുന്നതെങ്കിൽ ചാടും. ഇന്നതുകൊണ്ടാണ് പലരും ചാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, അഹംഭാവം. പ്രിയമുള്ളവരെ, ലോക ചരിത്രത്തിലുടനീളം മനുഷ്യൻ എന്നും എക്കാലത്തും പോരാടുന്ന 3 ദുരന്തങ്ങളാണിത്. ജഡത്തോട് പോരാടി മനുഷ്യൻ ഇന്ന് പരാജയപ്പെട്ടു. സകല ജഡിക മോഹങ്ങളുടെയും അടിമയായിക്കൊണ്ട് ഒരു ഭോഗ സംസ്കാരം എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു ദുരന്ത സാഹചര്യത്തിലാണിന്ന്. ജഡികത എന്ന് പറയുമ്പോൾ അത് ലൈംഗികതയുടെ മേഖലയിൽ മാത്രമൊന്നുമല്ല. മനുഷ്യൻ്റെ ആർത്തിയും മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെയുള്ള അവൻ്റെ ദാഹവും ഒക്കെ ഈ തലക്കെട്ടിന് താഴെ വരുന്നതാണ്. ജഡത്തിൻ്റെ ദുരാശ. എന്തുമാത്രം ദുരന്തങ്ങളാണ് ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ജഡത്തിൻ്റെ ദുരാശയ്ക്ക് പുറകെ പോയി എത്രയോ പേർ പരാജയപ്പെടുന്നു. ദൈവാനുഗ്രഹം കൊണ്ട് കർത്താവിൻ്റെ ആത്മാവ് ഇടപെടുന്നതിനാൽ കർത്താവിൻ്റെ ആത്മാവിൽ ആശ്രയിക്കുന്നവൻ അത്ഭുതകരമായി കഴുകിൻ്റേതുപോലെ ചിറകൊടിച്ചുയരും. ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ. ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം, ധാരാളം ഇന്ന് മനുഷ്യനെ ആകർഷിക്കുന്ന രീതിയിലുള്ള സകല കാഴ്ചകളും പ്രകടമാണ്. മനുഷ്യൻ്റെ ഈ കാഴ്ചയിലൂടെ അവൻ്റെ ചിന്തയിലേക്ക്, അവൻ്റെ ഭാവനയിലേക്ക്, അവൻ്റെ ആഗ്രഹങ്ങളിലേക്ക് കയറി വരുന്നതൊക്കെ സ്വന്തമാക്കാൻ മനുഷ്യൻ ആഗ്രഹിക്കുന്നില്ലയോ? ഒരു സോപ്പിൻ്റെ പരസ്യം ആകർഷകമായി അവതരിപ്പിച്ചാൽ അത് കാണുന്നവൻ പിറ്റേ ദിവസം അത് വാങ്ങും, ചിന്തിക്കില്ല. ഇതുപോലെ കണ്ണിൽ കാണുന്നതെല്ലാം സ്വന്തമാക്കാനുള്ള കണ്ണിൻ്റെ ഒരു ദുരാശ ഇത് ഏറി വരികയാണ്. പ്രത്യേകിച്ചും ഇന്ന് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ആധുനിക മാധ്യമങ്ങളിലൂടെയൊക്കെ എന്തുമാത്രം സമയമാണ് കണ്ണിൻ്റെ ദുരാശ ഇന്നത്തെ യുവജനങ്ങളെ അടിമകളാക്കിയിരിക്കുന്നത്. ഇതൊരു പോരാട്ടമാണ്. ജീവിതത്തിൻ്റെ അഹന്ത. പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ അഹന്ത, അഹങ്കാരം. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, അഹങ്കാരം നാശത്തിൻ്റെ മുന്നോടിയാണ്. അഹങ്കാരികളായ ആരെങ്കിലും നശിക്കാതിരുന്നിട്ടുണ്ട്? മറ്റുള്ളവരുടെ മുമ്പിൽ മേന്മ നടിച്ച, മറ്റുള്ളവരെയൊക്കെ ചെറുതാക്കി അങ്ങനെ സ്വന്തം അഹങ്കാരത്തിലെല്ലാം പിടിച്ചടക്കാൻ ശ്രമിക്കുന്നവർ. ഈ പോരാട്ടം എന്നും എല്ലാ കാലത്തും മനുഷ്യൻ നേരിട്ടിട്ടുണ്ട്. ആദിമാതാപിതാക്കൾ മുതൽ ഇന്നോളം പലരും ഇതിൽ പരാജയപ്പെടുകയാണ്. നമ്മൾ യേശു ശിഷ്യനായ യൂദാസിനെ കാണുമ്പോൾ തീർച്ചയായിട്ടും ലോകത്തോടുള്ള ഒരാസക്തി, പണത്തിനോടുള്ള ഒരാസക്തി, ലോകമോഹം ആ ക്രിസ്തു ശിഷ്യനെ തകർത്തത് മുതൽ ക്രിസ്തീയ ശിഷ്യത്വത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള ധാരാളം പേര് ലോക ആസക്തി മൂലം വിട്ടുപോയിട്ടുണ്ട്. നമുക്ക് പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 4-ാം അധ്യായം 9-10 തിരുവചനങ്ങൾ വായിക്കുമ്പോൾ വളരെ വേദനയോടെ പൗലോസ്ലീഹ തിമോത്തിയോസിനോട് പറയുന്നുണ്ട്, എൻ്റെ അടുത്ത് വേഗം എത്തിച്ചേരാൻ പരിശ്രമിക്കുവിൻ. എന്താണ് കാരണം? ഈ ലോകത്തോടുള്ള ആസക്തി മൂലം ദേമാസ്, ക്രെസ്മസ്, തീത്തോസ് എന്നിവർ എന്നെ വിട്ടുപോയി. പൗലോസ്ലീഹയോട് കൂടെ ഉണ്ടായിരുന്ന ഈ ശിഷ്യന്മാരൊക്കെ പൗലോസ്ലീഹ പറയുന്നത് ലോകത്തോടുള്ള ആസക്തി മൂലം വിട്ടുപോയി. ലൂക്ക മാത്രമേ എൻ്റെ കൂടെയുള്ളൂ. പ്രിയമുള്ളവർ, ക്രിസ്തു ശിഷ്യത്വത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള എത്രയോ വ്യക്തികളാണ് ഇന്ന് ലോക ആസക്തി മൂലം സഭ, വിശ്വാസം ഒക്കെ വിട്ടുപോകുന്നത്. അപ്പോൾ പിന്നെ സാധാരണക്കാരൻ്റെ കാര്യം എന്താ? നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി
വാശി പിടിക്കുന്ന ഒരു ദുരന്തം. നേരത്തെ പറഞ്ഞതുപോലെ അതിനു പുറകിൽ ഒരു പക്ഷേ ഒരു അഹന്തയാകാം, അഹങ്കാരമാകാം. ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ഞാനാണ് ശരി എന്ന് പറയുന്ന ഒരു ദുരന്തമാകാം. ഇവിടെ മനുഷ്യൻ യേശുവിനെയാണ് അവൻ്റെ ലോകാസക്തി മൂലം വിട്ടു പോകുന്നത്. ക്രിസ്തു ശിഷ്യത്വം ഇന്ന് നേരിടുന്ന ഒരു വെല്ലുവിളിയാണിത്. കൂടെ നടക്കേണ്ടവർ നാലു ചുവടും കാണുന്ന കാഴ്ചകൾ കണ്ട് സുഖമോഹങ്ങൾക്ക് പുറകെ പോകുന്നൊരവസ്ഥ. ഇത് പിലാത്തോസിൻ്റെ അരമന മുറ്റത്ത് വളരെ വേദനാജനകമായി നമ്മൾ കാണുന്നുണ്ട്. ഒരു തണുപ്പ് കിട്ടാൻ, ഒരു സുഖം കിട്ടാൻ, ശരീരത്തിനെ ഒന്ന് ചെറുതായി സുഖിപ്പിക്കാൻ പ്രഥമ ശിഷ്യനായ പത്രോസ് പോലും തീ കായാനിരുന്നപ്പോൾ യേശു അവനെ തിരിഞ്ഞു നോക്കിയതും അവൻ കരഞ്ഞതും വിസ്മരിക്കരുത്. അവൻ കരയാൻ തയ്യാറായി, തിരിച്ചു വരാൻ തയ്യാറായി, അനുതപിക്കാൻ തയ്യാറായി. പ്രിയമുള്ളവരെ, ലോകമോഹങ്ങൾക്ക് പുറകെ പരക്കം പായുന്ന നമ്മുടെ ജീവിതങ്ങളിൽ ഒന്ന് ശാന്തമായി തമ്പുരാൻ്റെ മുമ്പിലിരുന്ന് ആത്മപരിശോധന ചെയ്ത് തിരിച്ചു വരേണ്ട ഒരു സമയമാണിത്. എല്ലാവിധത്തിലും പരീക്ഷിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ മറ്റുള്ളവരെ നോക്കി, മറ്റു പലതിനെയും നോക്കി ജീവിക്കാതെ കർത്താവിൻ്റെ മുമ്പിലിരുന്ന് അവിടുത്തെ വചനം ധ്യാനിച്ച് അവിടുത്തെ ഹിതം തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടേതായ ക്രിസ്തീയ വ്യക്തിത്വം ജീവിക്കാൻ കഴിയും. ഞാനൊരു പുരോഹിതൻ എന്ന നിലയിൽ നാലുപാടും നോക്കി മറ്റുള്ളവർ എങ്ങനെയെന്ന് നോക്കി ജീവിക്കേണ്ടവനല്ല. എൻ്റെ കർത്താവ് എന്താണ് പറയുന്നത്? ജെറമിയ 29:11 പറയുന്നത് എൻ്റെ ജീവിതത്തിലും യാഥാർത്ഥ്യമാണ്. എന്നെക്കുറിച്ച് കർത്താവിനൊരു പദ്ധതിയുണ്ട്. എൻ്റെ ദൈവവിളി എന്ന് പറയുന്നത് ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പദ്ധതിയാണ്. അതാണ് ദൈവഹിതം എന്നെക്കുറിച്ച്. അതാണ് ഞാൻ അറിയേണ്ടത്, അതാണ് ഞാൻ ജീവിക്കേണ്ടത്. അങ്ങനെ ജീവിതത്തിൻ്റെ ഒരു തനിമയിലേക്ക് വരാൻ, ക്രിസ്തീയ വ്യക്തിത്വത്തിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് വളരാൻ കർത്താവിൻ്റെ വചനം നമ്മെ വെല്ലുവിളിക്കുകയാണ്. അവസാനമായി കർത്താവ് പറഞ്ഞ 3 ഉപമകളെ ഞാൻ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. ഈ ലോകമോഹങ്ങളെക്കുറിച്ചും അതിൻ്റെ പരിണിത ഫലങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മെ വളരെയേറെ ചിന്തിപ്പിക്കുന്ന 3 ഉപമകൾ കർത്താവ് ലൂക്കായുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. ഒന്നാമത്തെ ഉപമ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 13 മുതലുള്ള തിരുവചനങ്ങളാണ്. അവിടെ നമ്മൾ വായിക്കുക ഭോഷനായ ധനികൻ്റെ ഉപമയാണ്. ഭോഷനായ ധനികൻ്റെ ആ കഥയിൽ നമ്മളത് വായിക്കുമ്പോൾ തന്നെ എത്രയോ വലിയ ഭോഷനാണ് അവൻ എന്ന് തലക്കെട്ട് എഴുതാതെ തന്നെ നമുക്ക് മനസ്സിലാകും. എല്ലാം സംഭരിച്ച് ഇനി അത് പൂഴ്ത്തിവെക്കാൻ സ്ഥലമില്ലാതെ അറപ്പുരകൾ പൊളിച്ചു പണിയാൻ. എന്നിട്ട് അവൻ ആത്മാവിനോട് പറയുകയാണ്, അവൻ്റെ ആത്മാവിനോട് തിന്നു കുടിച്ച് ആനന്ദിക്കുക. എന്നാൽ ദൈവം അവനോട് പറയുന്നു, ഇന്ന് കഴിഞ്ഞു, ഇന്ന് നിന്റെ ആത്മാവിനെ എടുക്കും. അപ്പോൾ നീ സമ്പാദിച്ചു വെച്ചതൊക്കെ എവിടെയായിരിക്കും? എന്തേ ഇത് മനസ്സിലാക്കാത്തത്? എന്തുകൊണ്ടാണ് ഭോഷനായ ധനികൻ്റെ ഈ കഥ, ഈ ഉപമ ഇന്നും ഒരു കഥ മാത്രമായി നമുക്ക് തോന്നുന്നത്? പ്രിയമുള്ളവരെ, ഈ 3 ഉപമകളും യഥാർത്ഥത്തിൽ വെറും കഥകളല്ല. ഈശോ കഥയായിട്ടാണ് പറഞ്ഞതെങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് യാഥാർത്ഥ്യങ്ങളാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ വ്യക്തമായും ഇത് യാഥാർത്ഥ്യങ്ങളാണ്. അപ്പം എല്ലാം സംഭരിച്ചു വെച്ചിട്ട് ആർക്കും ഒന്നും കൊടുക്കാതെ, സമ്പത്ത് പാപമൊന്നുമല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. ഈശോ സമ്പത്ത് എന്തിനാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ആവശ്യ സാധനങ്ങൾ വാങ്ങിക്കാൻ, ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് സഹായിക്കാൻ. ഇതാണ് നമ്മൾ ബൈബിളിൽ കാണുന്ന ഈശോ. ഈശോ നമുക്ക് ഒരു പക്ഷേ സമ്പത്ത് തന്നിട്ടുണ്ടെങ്കിലും, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സമ്പത്ത് അത് പൂർവീകരിലൂടെ ലഭിച്ചതായിരിക്കാം, നീ അധ്വാനിച്ച് നേടിയതായിരിക്കാം. അതതിനാൽ തന്നെ ഒരു ശാപമൊന്നുമല്ല. പക്ഷെ നീ എങ്ങനെ അത് ഉപയോഗിക്കുന്നു, അവിടെയാണ്
പ്രശ്നം. നീ നിന്റെ സമ്പത്തിനെ 100ഉം 10,000ഉം ഇരട്ടിയാക്കി ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനാകാൻ ആഗ്രഹിച്ച നിന്റെ അറപ്പുരകളൊക്കെ പൊളിച്ചു പണത്, അമ്പരചുംബികളായ കെട്ടിടങ്ങൾ പണത്, ഇങ്ങനെ സഞ്ചരിക്കുന്ന ചില്ലുകൊട്ടാരത്തിൽ യാത്ര ചെയ്ത് ഇതുപോലെ നിന്റെ ജീവിതത്തെ സുഖിച്ച് നീ പോകുമ്പോൾ, നീ ഒരു ട്രാഫിക് സിഗ്നലിൽ നിന്ന് ഗ്രീൻ ലൈറ്റ് കാത്തു കിടക്കുന്ന അവസരത്തിൽ നിന്റെ ഗ്ലാസിനപ്പുറത്ത് വന്ന് ഒരു പട്ടിണിപ്പാവം കൈ നീട്ടുമ്പോൾ അവനെ പുച്ഛിച്ച് പുറന്തള്ളുന്നതാണ് നിന്റെ സംസ്കാരമെങ്കിൽ നിന്റെ യാത്ര എവിടെ വരെ പോകും? ഇന്ന് സമൂഹത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള അന്തരമുണ്ടായിരിക്കുന്നത്? മനുഷ്യൻ്റെ ദുർമോഹമാണ്. അവനിങ്ങനെ അറപ്പുരകൾ വലുതാക്കിക്കൊണ്ടിരിക്കുക. ധനവാൻ തൻ്റെ അറപ്പുരകളിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്നത് പാവപ്പെട്ടവൻ്റെ അന്നന്നപ്പമാണെന്ന് സഭാപിതാക്കന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പട്ടിണിപ്പാവങ്ങളില്ല എന്നൊക്കെ പറഞ്ഞാൽ ശരിയാവില്ല. അനുദിനം കാണുന്നുണ്ട് വിശപ്പടക്കാൻ കഴിയാതെ, ഒരു വീട്ടിൽ തലചായ്ക്കാനാകാതെ കഷ്ടപ്പെടുന്ന മനുഷ്യർ. ഇവിടെയൊക്കെയാണ് മനുഷ്യൻ്റെ ലോകത്തോടുള്ള മോഹം, ലോക അരൂപിയുടെ കീഴടക്കൽ, ലോകമോഹം ഇന്ന് ഈ സമൂഹത്തിന് നാശമായി തീരുന്നത്. അപ്പൊ ലോകമോഹം നിന്നെ മാത്രമല്ല, ഈ സമൂഹത്തെ മുഴുവനും നിന്റെ ദുരാഗ്രഹം നശിപ്പിച്ചു കൊണ്ടിരിക്കുക. രണ്ടാമത്തെ ഉപമ കർത്താവ് പറയുന്ന ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിലെ ധൂർത്തപുത്രന്റെ കഥയാണ്. ഇത് ഇന്ന് വെറും കഥയാണോ? ഇതിന്ന് നിരന്തര സംഭവങ്ങളല്ലേ? സ്വന്തം പിതാവിൽ നിന്ന് പോലും അവകാശം മേടിച്ച്, എന്തിനാണിത്? ഇതിന് പുറകിലുള്ള ആ കഥയിൽ ഇതിന് പുറകിലുള്ള രഹസ്യം എന്താ? ആ പുത്രൻ്റെ മോഹമാണ്. പുറത്തു പോകണം, കൂട്ടുകാരോടുകൂടെ ഉല്ലസിക്കണം, എല്ലാ സുഖങ്ങളും ആസ്വദിക്കണം. അവൻ ധൂർത്തടിച്ച് സുഖിക്കുക. ഒടുവിൽ ഇത് ഇന്ന് എത്രയോ വ്യക്തികളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാണ്. പിതാവിൽ നിന്ന് കിട്ടിയ അവകാശത്തെ പുത്രൻ ഇന്ന് ധൂർത്തടിച്ച് നശിപ്പിക്കുക. ഇനി ഇവിടെ കാണുന്ന മറ്റൊരു ദുരന്തമുണ്ട്. 2, 3, 4 പുത്രന്മാരുണ്ടായിരിക്കെ അതിൽ ഒരു പുത്രനെല്ലാം അവകാശമാക്കിയിട്ട് മറ്റവരെ പുറന്തള്ളുന്ന ഒരു ദുരന്തത്തെ എന്തു പറയും? ഇതൊക്കെ ഇന്ന് യാഥാർത്ഥ്യങ്ങളായി സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തെ ഉപമയിൽ ഏറെ നമുക്ക് സുപരിചിതമായ ധനവാന്റെയും ലാസറിൻ്റെയും കഥയാണ്. ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം 19 മുതലുള്ള തിരുവചനം വളരെ വ്യക്തമാണത്. സ്വർഗത്തെക്കുറിച്ച് സഭ പഠിപ്പിക്കുന്ന നിത്യസത്യങ്ങളൊക്കെ അവിടെയുണ്ട്. എന്താണ് തനത് വിധി എന്ന് ചോദിച്ചാൽ, മരിച്ചാൽ ഉടനെ തന്നെ വിധിയുണ്ട് എന്നതിൻ്റെ മനോഹരമായൊരു പാഠം ഈശോ ഈ ധനവാന്റെ ഉപമയിലൂടെ, ലാസറിൻ്റെ ഉപമയിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. അവൻ ജീവിച്ചതെങ്ങനെയാണ്? അവൻ്റെ ജീവിതത്തിൽ എല്ലാ സുഖങ്ങളും ആസ്വദിക്കുകയാണ്. അവൻ അധികാരമുണ്ട്, സമ്പത്തുണ്ട്, ചെമന്ന പട്ട്, മൃദുല വസ്ത്രം, ഇതൊക്കെ അവൻ്റെ അധികാരത്തിൻ്റെയും അവൻ്റെ സുഖമോഹങ്ങളുടെയും ഒക്കെ ചിഹ്നങ്ങളാണ്. മൃഷ്ടാന ഭോജനം കഴിച്ച് അവൻ സുഖിക്കുകയാണ്. അപ്പോൾ അവൻ്റെ കണ്ണുകൾ കാണുന്ന കാഴ്ച യഥാർത്ഥത്തിൽ അവനാണ് അന്ധൻ. കാരണം കാണേണ്ടത് അവൻ കാണാതെ പോയി. പട്ടികളുടെ കൂട്ടത്തിൽ ഒരുവൻ. എന്താ സംഭവിച്ചത്? ഈ ലോകത്തിൻ്റെ കാഴ്ചപ്പാടുകളും സ്വർഗത്തിൻ്റെ കാഴ്ചപ്പാടുകളും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ ലോകത്തിൻ്റെ അരൂപി പഠിപ്പിക്കുന്നതും ഈ ലോകത്തിൻ്റെ തത്വശാസ്ത്രങ്ങളും ദൈവവചനവും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് നമ്മെ കർത്താവ് പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണിത്. ഇവിടെ ഇങ്ങനെ സുഖിച്ച് ജീവിക്കുന്നവന് അവൻ നരകശിക്ഷയിലേക്ക് പോവുകയാണ്. എന്നിട്ട് അവൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അവൻ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി പൊരിയുകയാണ്. അവൻ കൊട്ടാരത്തിൽ കഴിഞ്ഞവൻ, സുഭിക്ഷമായി കഴിഞ്ഞവൻ, ധനാഢ്യനായിരുന്നു. പക്ഷെ ഇപ്പോൾ അവൻ ദരിദ്രനാണ്, ഒരു തുള്ളി വെള്ളം പോലും കിട്ടാത്തവൻ. നമുക്കറിയാവുന്ന ഈ കഥ
പ്രിയമുള്ളവരെ, ഈ ഈശോ 2000 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു വെച്ചത് ഇന്ന് പരമയാഥാർത്ഥ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഒരുപക്ഷേ നമുക്ക് മനസ്സിലാകുന്നില്ല, ഈ ലോകത്തിൽ ഇങ്ങനെ സുഖിച്ച് മറ്റുള്ളവരെ അവഗണിച്ച് എല്ലാ സുഖമോഹങ്ങളിലും പുറകെ ജീവിച്ച് ഇങ്ങനെ സുഖിച്ച് കഴിയുന്നവൻ, അവനിങ്ങനെ മരിച്ചു കഴിയുമ്പോൾ നമ്മൾ ഈ ലോകത്തിലൊക്കെ കാണുന്നതനുസരിച്ച് അവന് നല്ല മനോഹരമായ ഒരു ശവമടക്ക്, അവൻ്റെ ശവമഞ്ചത്തിൽ ധാരാളം റീത്തുകൾ, അവനിങ്ങനെ അവസാനം വരെ മനുഷ്യരുടെ മുമ്പിൽ രാജാവായിട്ട് തന്നെ കിടക്കുന്നത്. പക്ഷെ മരിച്ചതിന് ശേഷം അവൻ്റെ അവസ്ഥ എന്താ, അവനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വിധി എന്താ, അത് ചിന്തിക്കാൻ വേണ്ടിയാണ് ഈശോ ഈ ധനവാന്റെയും ലാസറിൻ്റെയും കഥ പറയുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആത്മാർത്ഥമായിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് വിലയിരുത്തണം. ലോകവും ലോകമോഹങ്ങളും കടന്നു പോകും. ലോകത്തിൻ്റെ അരൂപിയെ പരിപൂർണമായും ഉപേക്ഷിക്കാനും ദൈവ അരൂപിയിൽ പരിപൂർണമായി അഭിഷേചിതമാകാനുമുള്ള ഒരു ദാഹം നമുക്കുണ്ടാകണം. ഈ കാലഘട്ടത്തിൽ ഇന്നത്തെ ലോകത്തിൻ്റെ ചിന്തകളിൽ നിന്ന് വ്യത്യസ്തമായി ഒന്ന് മാറി ചിന്തിക്കാൻ, ഒന്ന് വേറിട്ട് ചിന്തിക്കാൻ ക്രിസ്ത്യാനി തയ്യാറാകണം. യേശുവിൽ വിശ്വസിക്കുന്നവൻ തയ്യാറാകണം. ഒന്ന് വേറിട്ട് ചിന്തിക്കണം. ഈ ലോകത്തിൻ്റെ ശൈലികളിലൂടെ ഇങ്ങനെ പറക്കം പാഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ പുറകിൽ ആരാണ്? അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ട് പറയുന്നത് പോലെ, ഒരു ലോക അരൂപി, ഒരു ദുഷ്ട അരൂപി ഇന്ന് വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അവനെതിരെ ശക്തമായി കരമുയർത്താൻ, അവനെ തകർക്കാൻ സകല ആയുധങ്ങളും ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. സിറോ മലബാർ കുർബാനയിൽ ഒരു പ്രാർത്ഥനയിൽ പ്രകാരം പറയുന്നുണ്ട്, സകല കൃപാവരങ്ങളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭ. സകല കൃപാവരങ്ങളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭ. ദൈവം ഇന്ന് എല്ലാ കൃപാവരങ്ങളും സഭയിലൂടെ വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സഭയെ പോലും അംഗീകരിക്കുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് കൃപാവരങ്ങളും കരുണയും ഒക്കെ സ്വന്തമാക്കാൻ പറ്റുക? അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ഈ അത്ഭുതകരമായ ശക്തിയെ തിരിച്ചറിയുക. ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഈശോ തന്നെ ലോകത്തിന് വെളിപ്പെടുത്തിയിട്ട് എന്തിനു വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് വന്നത് എന്ന് പറയുമ്പോൾ ആദ്യമായി പറയുന്നത് ഇതായിരിക്കണം നമ്മുടെ അധരങ്ങളുടെ തുമ്പത്ത് ആദ്യമായിട്ടുണ്ടായിരിക്കേണ്ടത്. കർത്താവിൻ്റെ ആത്മാവിനാൽ ഞാൻ മുദ്രിതനാണ്, അവിടെ തന്നെ അഭിഷേകം ചെയ്തിട്ടുണ്ട്. എങ്കിൽ ആ അഭിഷേകം ചോർന്നു പോകാത്ത വിശുദ്ധമായ ഒരു ജീവിതം, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതം എനിക്ക് വേണം. ഇത് ഇവിടെ അവസാനിക്കില്ല. നിത്യജീവിതത്തിലേക്ക് എനിക്ക് എത്തിച്ചേരണം. എനിക്ക് സ്വർഗത്തിൽ എനിക്ക് വേണ്ടി ഇടമൊരുക്കാൻ പോയ ഈശോ എനിക്കായി സജ്ജമാക്കിയിരിക്കുന്ന ആ ഭവനത്തിലേക്ക്, ആ ഇടത്തിലേക്ക് എനിക്ക് എത്തിച്ചേരണം. ഇത്രയും കാലം ഈ ലോകത്തിൽ ജീവിച്ച് കടന്നു പോയിട്ട് പ്രിയമുള്ളവരെ, വെറും 6 അടി മണ്ണിൽ പുഴുതിന്ന് തീരുന്ന ഒരു ജീവിതമാണ് എൻ്റെ ജീവിതമെങ്കിൽ, അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ കഥയെങ്കിൽ, എത്രയോ വലിയ ദോഷത്വമാണ് നമ്മുടെയൊക്കെ ജീവിതം. അതുകൊണ്ട് നിത്യസത്യങ്ങളെ മനസ്സിലാക്കാൻ പ്രിയമുള്ളവരെ, നമുക്ക് ഇന്ന് നമ്മുടെ വെറും ബുദ്ധിയും യുക്തിയും ചിന്തയും ലോകത്തിൻ്റെ അറിവും പോരാ. അത് പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചം വേണം, പരിശുദ്ധാത്മാവിൻ്റെ വെളിപ്പെടുത്തൽ വേണം. പരിശുദ്ധാത്മാവ് കർത്താവിൻ്റെ വചനം വ്യാഖ്യാനിച്ചു തരുന്നത് കേൾക്കണം, അത് മനസ്സിലാക്കണം, ദൈവാത്മാവിനാൽ നയിക്കപ്പെടണം. നമുക്ക് ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് പ്രവേശിക്കാം. കർത്താവിൻ്റെ ആത്മാവിൻ്റെ ഒരു പൊതുശക്തിക്ക് വേണ്ടി, ഒരു പുത്തൻ ചൈതന്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. സുബോധമുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ധൂർത്തപുത്രന് പന്നിക്കൂട്ടിൽ വെച്ച് അത് കിട്ടി. കർത്താവ് കനിഞ്ഞാൽ എവിടെ വെച്ചും കിട്ടും. നീ അനുദപിക്കാൻ തയ്യാറായാൽ നിനക്ക് സുബോധമുണ്ടാകും. അത് ഏറ്റവും ശക്തമായി കർത്താവിൻ്റെ സന്നിധിയിൽ നീ നിന്റെ ജീവിതത്തെ അർപ്പണം ചെയ്യുമ്പോൾ ലഭിക്കും. നമുക്ക് ദിവ്യകാരുണ്യ സവിധത്തിലേക്ക് കടന്നു വരാം. കർത്താവിൻ്റെ ഒരു പുത്തൻ അഭിഷേകത്തിന് വേണ്ടി
ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ആരാധിപ്പാൻ യോഗ്യൻ സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. ആരാധിപ്പാൻ യോഗ്യൻ സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. ആത്മാവിൻ്റെ നിറവിൻ കുരിശിൻ്റെ തണലിൽ ആത്മനാഥനെ ആരാധിച്ചിടാം. ആത്മാവിൻ്റെ നിറവിൽ കുരിശിൻ്റെ തണലിൽ ആത്മനാഥനെ ആരാധിച്ചിടാം. ആരാധിപ്പാൻ യോഗ്യൻ സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. ആരാധിപ്പാൻ യോഗ്യൻ സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. ആത്മനാഥനെ കുരിശിന്റെ തണലിൽ ആത്മനാഥനെ ആരാധിച്ചിടാം. ആത്മാവിന്റെ നിറവിൽ കുരിശിന്റെ തണലിൽ ആത്മനാഥനെ ആരാധിച്ചിടാം. ആരാധിപ്പാൻ യോഗ്യൻ സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. ആരാധിപ്പാൻ യോഗ്യൻ സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. ആരാധന 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 ആരാധന. രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു, യേശുവേ 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 പരിശുദ്ധനേ ബലവാനേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 ഞങ്ങളുടെ മധ്യത്തിലേക്ക് കടന്നു അങ്ങയുടെ അത്ഭുതകരമായ ശക്തി വ്യാപരിക്കട്ടെ. കർത്താവേ, അങ്ങയെ ആരാധിക്കുന്ന ഈ സമൂഹത്തിന് മേൽ, ലോകം മുഴുവനിലുള്ള സകലരുടെ മേലും അങ്ങയുടെ ദിവ്യകാരുണ്യത്തിന്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. മാലാഖമാർ പാടിടും വിശുദ്ധന്മാർ വാഴ്ത്തി സ്തുതികൾക്ക് യോഗ്യനായോനേ. മാലാഖമാർ പാടിടും വിശുദ്ധന്മാർ വാഴ്ത്തി സ്തുതികൾക്ക് യോഗ്യനായോനേ. മഹത്വത്തിൻ കർത്താവേ, നിത്യനാകും ദൈവമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മഹത്വത്തിൻ കർത്താവേ, നിത്യനാകും ദൈവമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിപ്പാൻ യോഗ്യൻ സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. ആരാധിപ്പാൻ യോഗ്യൻ സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. ആത്മനാഥനെ ആരാധിച്ചിടാം. ആത്മനാഥനെ ആരാധിച്ചിടാം. ആരാധന 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 ആരാധന. രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു, യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധിപ്പാൻ യോഗ്യനേ, സ്തുതികളിൽ വസിക്കുന്ന ദൈവമേ, ആത്മനാഥനായ ഈശോയെ ആരാധിക്കുന്നു ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. Hallelujah, hallelujah, hallelujah.
പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ പരിപൂർണമായ വിശ്വാസത്തോടെ നമുക്കായിരിക്കാം. നമ്മിൽ ആരാണ് പാപം ചെയ്യാത്തത്? അതുകൊണ്ടല്ലേ ഈശോ ആ യഹൂദ പ്രമാണിമാരോട് പറഞ്ഞത്, നിങ്ങളിൽ പാപമില്ലാത്തവർ കല്ലെറിയട്ടെ. നമുക്കാർക്കാണ് അതിനർഹതയുള്ളത്? സകലരും പാപം ചെയ്ത് ദൈവഹിതത്തിന് വിരുദ്ധമായി വീണുപോയവരാ. പാപത്തിന്റെ വലുപ്പവും ചെറുപ്പവുമല്ല ഇവിടെ വിഷയം. കർത്താവിൻ്റെ മുമ്പിൽ അവിടുത്തെ കൽപ്പനകളെ ലംഘിച്ച്, അവിടുത്തെ വചനത്തെ ലംഘിച്ച്, അവിടുത്തെ ഹിതത്തിന് വിരുദ്ധമായി ജീവിച്ചവരാണ് നമ്മൾ. ചിലരെ സംബന്ധിച്ചിടത്തോളം അത് ഗൗരവമായ വീഴ്ചകളാകാം. ഇന്നോളമുള്ള ജീവിതത്തിൽ നീ പരാജയപ്പെട്ടെടുത്ത് നിന്നെ തേടി കടന്നു വരുന്നവനാണ് ഈശോ. നിന്റെ അരികിലേക്ക് നിന്നെ തേടി വരുന്നവൻ, പാപികളെ തേടി വരുന്ന നല്ല ഇടയൻ. കാണാതെ പോയ ഒന്നിനു വേണ്ടി മറ്റു 99 വിട്ട് അലയുന്നവൻ. ഈ കർത്താവിൻ്റെ വലിയ സ്നേഹത്തെ തിരിച്ചറിയുക. അവൻ വന്നിരിക്കുന്നത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല എന്ന് കർത്താവിൻ്റെ വചനം ഉറപ്പോടെ നമ്മോട് പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 3:17. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, ശിക്ഷിക്കാനല്ല, രക്ഷിക്കാനാണ് അവൻ വന്നിരിക്കുന്നത്. ശിക്ഷ എന്ന് പറയുന്നത് ഒരുവൻ സ്വയം ഏറ്റെടുക്കുന്നതാണ്. ഒരുവൻ കുഴിച്ച കുഴിയിൽ അവൻ വീഴുന്നതാണ്. ഈശോ രക്ഷിക്കാനാണ് വന്നിരിക്കുന്നത്. ജീവിതത്തിൻ്റെ അന്ത്യനിമിഷം വരെ നിന്റെ അപരാധങ്ങളെ കർത്താവിൻ്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് അനുദപിക്കുമ്പോൾ നിനക്ക് സ്വർഗമുണ്ട് എന്ന് കാൽവരി കുരിശിൽ പിടയുമ്പോൾ അവൻ വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. വലതുവശത്ത് കിടന്ന കള്ളൻ അനുതാപത്തോടെ കർത്താവിനെ നോക്കുമ്പോൾ നീ ഇന്ന് എന്നോടൊപ്പം പറുദീസയിലായിരിക്കുമെന്നാണ് അവൻ പറഞ്ഞത്. കർത്താവിൻ്റെ ഈ വലിയ സ്നേഹം, യേശുവിൻ്റെ ക്ഷമിക്കുന്ന സ്നേഹം, കരുണാർദ്രമായ സ്നേഹം, വിടുതൽ നൽകുന്ന സ്നേഹം, വിമോചനം നൽകുന്ന സ്നേഹം, വീണ്ടെടുക്കുന്ന സ്നേഹം, ഇതെനിക്ക് വേണ്ടിയുള്ളതാണ്. എനിക്ക് വേണ്ടിയുള്ളതാണ്. അവൻ ജീവിച്ചിരുന്നപ്പോൾ പാപികളുടെ കൂടെ, ചുങ്കക്കാരോടുകൂടെ ഭക്ഷണത്തിനിരുന്നെങ്കിൽ ഇന്ന് അവന് എന്നോടൊപ്പം ഭക്ഷണത്തിനിരിക്കാൻ എന്തു മടിയാണുള്ളത്? എന്നോട് കൂടെ ആയിരിക്കാൻ കൊതിച്ചുകൊണ്ടാണ് അവൻ ദിവ്യകാരുണ്യമായത്, അവൻ ഈ അപ്പമായത്. എനിക്ക് വേണ്ടിയാണ് അവൻ കാത്തിരിക്കുന്നത്. എനിക്ക് വേണ്ടിയാണ് അവൻ ദാഹിക്കുന്നത്. കാൽവരിയിലെ കുരിശിൽ കിടന്ന് അവൻ ദാഹിച്ചത് വെറും വെള്ളത്തിന് വേണ്ടിയല്ല. ലോകത്തിലെ സകല മനുഷ്യരും, സകല ആത്മാക്കളും രക്ഷ പ്രാപിക്കാൻ വേണ്ടിയാണ്. ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹത്താൽ ഇന്നും വിവശനായി നമ്മുടെ സക്രാരികളിൽ ഇരിക്കുന്ന കർത്താവ് ഈ ദിവ്യകാരുണ്യമായി ഇപ്പോൾ നമ്മുടെ മധ്യേ കടന്നു വന്നുകൊണ്ട് അവന്റെ ദാഹം നമ്മുടെ മുമ്പിൽ വെക്കുകയാണ്. മകനെ, മകളെ, എനിക്ക് നിന്നെ വേണം, എനിക്ക് നിന്നെ വേണം. നീ പാപിയാണെങ്കിലും, നീ രോഗിയാണെങ്കിലും, നീ ബലഹീനനാണെങ്കിലും, നീ തകർന്നു പോയവനാണെങ്കിലും, നീ പുറന്തള്ളപ്പെട്ടവനാണെങ്കിലും, നീ നിരാശനാണെങ്കിലും, നീ ഒറ്റപ്പെട്ടവനാണെങ്കിലും, മറ്റുള്ളവർ തള്ളിപ്പറഞ്ഞ് നിന്നെ നിഷേധിച്ച് തള്ളിക്കളഞ്ഞവനാണെങ്കിലും എനിക്ക് നിന്നെ വേണം. ഇത് പറയുന്നവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ.
ഇത് പറയുന്നത് യാഥാർത്ഥ്യമായി ജീവിതത്തിൽ കാണിച്ചു തരാൻ കഴിയുന്നവർ ഒരുവൻ മാത്രമേ ഉള്ളൂ. ആരെല്ലാം എന്നെ പുറന്തള്ളുമ്പോഴും ഇരുകരം നീട്ടി മാറോട് ചേർത്ത് ചുംബിക്കുന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ. ധൂർത്തപുത്രനെ മാറോട് ചേർത്ത് ആ പിതാവ് ചുംബിച്ച ചിത്രം ലോക മനസാക്ഷിയുടെ മുമ്പിൽ ഈശോ വരച്ചു വെച്ചത് ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്ന് പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഈശോയെ, അങ്ങയുടെ വലിയ സ്നേഹത്തിന് മുമ്പിൽ എൻ്റെ പാപങ്ങളോർത്ത അനുതാപത്തോടെ ഞാൻ അണയുന്നു. കർത്താവേ, എനിക്ക് ആഗ്രഹമുണ്ട് എൻ്റെ ജഡത്തിൻ്റെ ദുരാശയിൽ നിന്ന്, കണ്ണുകളുടെ ദുരാശയിൽ നിന്ന്, ജീവിതത്തിൻ്റെ അഹന്തയിൽ നിന്ന് സമ്പൂർണമായും വിടുതൽ പ്രാപിക്കണം, വിമോചനം പ്രാപിക്കണം. കർത്താവേ, പലപ്പോഴും പലതും എനിക്ക് അസാധ്യമായി തീരുന്നു. എൻ്റെ ശക്തി കൊണ്ട്, എൻ്റെ കഴിവ് കൊണ്ട്, എൻ്റെ പരിശ്രമം കൊണ്ട് പലയിടത്തും ഞാൻ വിജയിക്കാതെ പോകുന്നു. യേശുവേ, എൻ്റെ ദൗർബല്യങ്ങൾ കണ്ടുകൊണ്ടാണല്ലോ നീ എന്നോട് പറയുക, നിനക്ക് അസാധ്യമായത് എനിക്ക് സാധ്യമാണ്. കർത്താവേ, എനിക്ക് അസാധ്യമാകുന്നത് അങ്ങേക്ക് സാധ്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയുടെ അരൂപിയെ എനിക്ക് നൽകിയിരിക്കുന്നത് എനിക്ക് അസാധ്യമായത് ധാരാളമുള്ളത് കൊണ്ടാണല്ലോ. ആ അരൂപിയുടെ അഭിഷേകം ചോർന്നു പോയ ഒരു ജീവിതത്തിലാണല്ലോ ഞാൻ പരാജയപ്പെടുക. ഈശോയെ, പരിശുദ്ധാത്മാവിന്റെ ഒരു പുത്തൻ അഭിഷേകം ഈ സമൂഹത്തിൽ ഇന്ന് പ്രത്യേകിച്ചും ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന സകല മനുഷ്യരുടെ മേലുണ്ടാകണം. യേശുവിന്റെ ആത്മാവിന്റെ പ്രകാശം കൊണ്ട് സകല ഹൃദയങ്ങളും നിറയട്ടെ. അന്ധകാരത്തിന്റെ സകല ശക്തികളും ഞങ്ങളെ വിട്ടുപോകട്ടെ. ദുരാത്മാവിന്റെ പ്രവർത്തനങ്ങൾ നിർവീര്യമാകട്ടെ. ലോകത്തിന്റെ അരൂപിയെ കർത്താവായ യേശുവിന്റെ അരൂപിയാൽ ഞങ്ങൾ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, നിർവീര്യമാക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനെ സ്തുതിക്കാം. വേണം നിന്നെ, നീ പാപിയാണെന്നാലും എനിക്കു വേണം നിന്നെ, നീ രോഗിയാണെന്നാലും. കർത്താവ് നിന്നെ കുറിച്ചാണ് പറയുന്നത്. എനിക്കു വേണം നിന്നെ, കോടിക്കണക്കിന് മനുഷ്യരുള്ള ഈ ലോകത്തിൽ നീ വ്യക്തിപരമായി നിന്നെ നോക്കിക്കണ്ടാണ് കർത്താവ് പറയുന്നത്. എനിക്കു വേണം നിന്നെ, നീ രോഗിയാണെന്നാലും. കർത്താവേ, ലോകം നിന്നെ മറന്നാലും, എനിക്ക് വേണ്ടി ഹൃദയം പിളർന്നവനെ, മതിച്ചാലും ഞാൻ പാപിയാണ്, എനിക്കു വേണം നിന്നെ, ഞാൻ രോഗിയാണ്, എനിക്കു വേണം നിന്നെ, ഞാൻ തകർന്നവനാണ്, എനിക്ക് അങ്ങയെ വേണം. നിന്നെ മറന്നാലും കർത്താവേ, എന്നെ മറ്റുള്ളവർ തള്ളിക്കളഞ്ഞിട്ടുണ്ട്, എന്നെ കുറ്റം വിധിച്ചിട്ടുണ്ട്, എന്നെ അവഹേളിച്ചിട്ടുണ്ട്, അപരാധങ്ങൾ ചുമത്തി എന്നെ മറ്റുള്ളവർ പുറന്തള്ളിയിട്ടുണ്ട്. ഇവിടെയെല്ലാം അങ്ങാണല്ലോ എന്നെ മാറോട് ചേർത്തത്. കർത്താവേ, എനിക്ക് അങ്ങയെ വേണം. കർത്താവേ, ഞാൻ രോഗിയായി തളർന്നു വീണപ്പോൾ അങ്ങാണല്ലോ കരങ്ങളിൽ താങ്ങിയത്. എനിക്ക് അങ്ങയെ വേണം. ഞാൻ ഒറ്റപ്പെടലിലും ശൂന്യതയിലും കഴിഞ്ഞപ്പോൾ, എനിക്ക് ആരുമില്ല എന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ, ഈശോയെ, അങ്ങാണല്ലോ എന്നെ കരങ്ങളിൽ എടുത്തത്. ഒരുപക്ഷേ അങ്ങയുടെ സാന്നിധ്യം അറിയാതെ പോയ ഞാൻ, അങ്ങയെ തിരിച്ചറിയാതെ പോയ ഞാൻ, ഈശോയെ, ഇപ്പോൾ അങ്ങയുടെ ദിവ്യകാരുണ്യ സന്നിധിയിലായിരിക്കുമ്പോൾ അങ്ങയുടെ സ്വരം ശ്രമിക്കുന്നു. എന്നെ നോക്കിക്കൊണ്ട് എനിക്ക് നിന്നെ വേണമെന്ന് പറയുന്ന അങ്ങയുടെ സ്വരം ഞാൻ കേൾക്കുന്നു. കർത്താവേ, ആരൊക്കെ എന്നെ ഉപേക്ഷിച്ചാലും, ഞാനിത് മാത്രം തകർന്നവനാണെങ്കിലും രോഗിയാണെങ്കിലും, കർത്താവേ, ഞാൻ നിരാശനാകില്ല. ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു കർത്താവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു കർത്താവേ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു കർത്താവേ, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു കർത്താവേ. എനിക്ക് അങ്ങയെ വേണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
യേശുവേ മഹത്വം, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ അത്ഭുതകരമായ ശക്തിയാൽ അങ്ങ് എനിക്ക് നൽകിയ പൗരോഹിത്യ അധികാരത്തിൽ ഇപ്പോൾ ഈ ലോകത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പ്രത്യേകമായും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സകല മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ ദൈവവും കർത്താവുമാണെന്ന് ഏറ്റു പറയുന്നു. ആരെല്ലാം ഞങ്ങളെ ഉപേക്ഷിച്ചാലും ഞങ്ങളെ ഉപേക്ഷിക്കാത്തവൻ അങ്ങാണെന്ന് നിങ്ങൾ ഏറ്റു പറയുന്നു. ദിവ്യസക്രാരിയിൽ ഇരുന്നു കൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ദാഹിക്കുന്ന കർത്താവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് സമൂഹത്തെ മുഴുവൻ സമർപ്പിക്കുന്നു. യേശുവേ, ലോക അരൂപിയിൽ നിന്ന് ഞങ്ങളെ സമ്പൂർണമായും വിടുവിക്കണമേ. ദുഷ്ടന്റെ കെണികളിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം നൽകണമേ. യേശുവേ, അങ്ങയുടെ അത്ഭുതകരമായ ആത്മാവിന്റെ ശക്തിയിൽ, പൗരോഹിത്യ അധികാരത്തിൽ, കത്തോലിക്ക സഭയുടെ അധികാരത്തിൽ, ദിവ്യകാരുണ്യത്തിന്റെ ശക്തിയിൽ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ശക്തിയിൽ, വിശുദ്ധ സ്ലീഹന്മാരുടെയും സകല വിശുദ്ധരുടെയും മാധ്യസ്ഥ ശക്തിയിൽ കർത്താവേ, ഇപ്പോൾ ഈ സമയം ലോകത്തിലെ സകല മക്കളിൽ നിന്ന്, ലോകത്തിൽ നിന്ന്, സഭയിൽ നിന്ന്, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളിൽ നിന്ന് പിശാചിനെയും അവന്റെ സകല ആധിപത്യങ്ങളെയും ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, നിർവീര്യമാക്കുന്നു, നരകാഗ്നിയിലേക്ക് തള്ളുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ദുഷ്ടന്റെ കണിയിൽ പെട്ടുകിടക്കുന്ന സകല മക്കളെയും അവരുടെ കെട്ടുകൾ അഴിച്ച് അങ്ങ് സ്വതന്ത്രമാക്കണമേ. നിരാശയിൽ കഴിയുന്നവർക്ക് ഇപ്പോൾ മോചനം കൊടുക്കണമേ. ആത്മഹത്യാ ചിന്തയിൽ കഴിയുന്നവർക്ക് കർത്താവേ ഇപ്പോൾ പ്രത്യാശ കൊടുക്കണമേ. ജീവിതത്തെ തിരിച്ചു പിടിക്കാനുള്ള കഴിവ് കൊടുക്കണമേ. സാമ്പത്തികമായി തകർന്നവരിലേക്ക് കൃപയൊഴുക്കണമേ, അനുഗ്രഹിക്കണമേ. അവർക്ക് ആവശ്യമായ സമ്പത്ത് നൽകണമേ. രോഗികളായി കഷ്ടപ്പെടുന്നവരിലേക്ക് അങ്ങയുടെ ശക്തി അയക്കണമേ. സഹനശക്തി നൽകണമേ. രോഗശാന്തി നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ലോകമാണ് നിന്റെ ആശയെങ്കിൽ ലോകം കടന്നു പോകും, പോയി മറയും. ലോകമാണ് നിന്റെ ആശയെങ്കിൽ ലോകം കടന്നു പോകും, പോയി മറയും. എന്തുണ്ട് ലോകത്തിൽ ആശ നൽകാൻ, സർവവും മായയാ മാഞ്ഞു പോകും. എന്തുണ്ട് ലോകത്തിൽ ആശ നൽകാൻ, സർവവും മായയായി മാഞ്ഞു പോകും. ഇന്നു മരണം നിന്നെ മുട്ടി വീളിച്ചെന്നാൽ സർവവും കൈവിട്ടു പോയിടണം. ഇന്നു മരണം നിന്നെ മുട്ടി വീളിച്ചെന്നാൽ സർവവും കൈവിട്ടു പോയിടണം. ലോകമാണ് നിന്റെ ആശയെങ്കിൽ ലോകത്തെ വിട്ടു മരണാസന്നരായി കഴിയുന്ന സകല മക്കളിലേക്കും അങ്ങയുടെ രൂപി അയക്കണമേ. പോയിടണം. കർത്താവേ, അവരുടെ ആത്മാവും മനസ്സും ശരീരവും പുതുതാക്കണമേ. അനുതാപമില്ലാതെ മരണാസന്നരായി കഴിയുന്നവർക്ക് അനുതാപത്തിന്റെ കൃപ കൊടുക്കണമേ. കർത്താവേ, മരണത്തെ ഭയന്ന് ജീവിക്കുന്നവർക്ക് ധൈര്യം കൊടുക്കണമേ. മരണത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളെ മാറ്റണമേ. മരിച്ചുപോയവരെ കുറിച്ചുള്ള ദുഃഖത്തിൽ നിന്ന് വിടുതൽ കൊടുക്കണമേ. കർത്താവേ, തിരുവചനം പറയുന്നത് പോലെ മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ, പ്രത്യാശയോടെ മരിച്ച് മരണത്തെയും ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയവരെയും നോക്കിക്കാണാൻ കൃപ നൽകണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ആത്മാക്കൾക്ക് നിത്യ സൗഭാഗ്യം കൊടുക്കണമേ. കർത്താവേ, അങ്ങയുടെ അത്ഭുതകരമായ ശക്തി ശുദ്ധീകരണ സ്ഥലത്തിലെ സകല ആത്മാക്കളെയും അങ്ങയുടെ തിരുരക്തത്താൽ കഴുകി
വിശുദ്ധീകരിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണം. ആരാധന ആരാധന ആരാധന. കർത്താവേ, മഹത്വത്തിൻ്റെ കവാടം ഞങ്ങൾക്ക് വേണ്ടി തുറക്കണമേ. സ്വർഗത്തിൻ്റെ കവാടം ഞങ്ങൾക്ക് വേണ്ടി തുറക്കണമേ കർത്താവേ. കർത്താവേ, ഇപ്പോൾ അങ്ങയുടെ തിരുസന്നിധിയിൽ മരണം മൂലം വേർപിരിഞ്ഞു പോയ പ്രിയപ്പെട്ടവരെ കുറിച്ച് വേദനിക്കുന്ന കുടുംബങ്ങളെ, വ്യക്തികളെ, കുടുംബത്തിന് താണിയായി തീർന്ന, ഇപ്പോൾ മരണം മൂലം വേർപെട്ടു പോയ ആ പ്രിയപ്പെട്ടവരെ ഓർത്ത് കണ്ണുനീരൊഴുക്കുന്നവരിലേക്ക് ആശ്വാസം പകരണമേ. ലാസറിന്റെ ഭവനത്തിൽ ചെന്ന് അവരോടൊപ്പം കരയുകയും അവരുടെ ദുഃഖത്തിൽ പങ്കാളിയാവുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്ത കർത്താവേ, മരണം മൂലം വേർപെട്ടു പോയവരെ പ്രതി വേദനിക്കുന്ന സകല കുടുംബങ്ങളിലേക്ക് കടന്നു ചെല്ലണമേ. അവരുടെ കുറവുകൾ പരിഹരിക്കണമേ യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ ആശീർവാദത്തിന് നമ്മൾ ഒരുങ്ങുകയാണ്. ഈ ദിവ്യകാരുണ്യത്തിന്റെ അത്ഭുതകരമായ ശക്തി ഇപ്പോൾ ലോകത്തിന്റെ നാനാ അതിർത്തികളിലേക്കും വ്യാപരിക്കട്ടെ. കർത്താവെ, അങ്ങയുടെ അത്ഭുത ശക്തി ഞങ്ങളിലൂടെ പ്രകടമാക്കണമേ. കർത്താവെ, ദിവ്യകാരുണ്യത്തിന്റെ ശക്തി ഇന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന സകല മക്കൾക്കും അനുഭവിക്കാൻ കഴിയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരമുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മരണത്താലേ മാനവനുലകിൽ മംഗളദീപൻ തുറന്നവനേ, മരണമടഞ്ഞോ കാനന്ദത്തിൻ പരമകവാടം തുറക്കണമേ. മരണത്താലേ മാനവനുലകിൽ മംഗളജീവൻ പകർന്നവനേ, മരണമടഞ്ഞോ കാനന്ദത്തിൻ പരമകവാടം തുറക്കണമേ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകേ. സകലേശ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ, നിർമ്മലരാ ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ആരാധന, 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 ആരാധന. ഈശോയേ വരണമേ, ഈശോയേ വരണമേ, ഈശോയേ വരണമേ, ഈശോയേ വരണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമ്പൂർണമായും നമ്മളായിരുന്നതുപോലെ പരിശുദ്ധ അമ്മ ഇവിടെ സന്നിഹിതയാണ്. മക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ നമുക്കായി പ്രാർത്ഥിക്കുകയും നമ്മുടെ കൂടെ ഇരിക്കുകയും ചെയ്യുന്ന ആ അമ്മയുടെ വിമല ഹൃദയത്തിൽ നമ്മെ പ്രതീക്ഷിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ഈശോയെ നമുക്ക് മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന.